വിശ്വസിക്കുന്നവർ മാത്രം ഹല്ലേലൂയ പറയണം കേട്ടോ. കാരണം വിശ്വസിക്കുന്നവരല്ല ഈ അടയാളങ്ങൾ നടക്കുന്നേ, വിശ്വസിക്കുന്നവരല്ല ഈ അടയാളങ്ങൾ നടക്കുന്നേ. തിരുവചനത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാവരുത്. ഈ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ആർക്കാ വരുന്നേ? അപ്പനെ അറിയാത്തവർക്കാണോ? അവരെ പൊതുവെ അവിശ്വാസിയും തന്നെയല്ലേ പറയുന്നേ. അപ്പൊ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം വരുന്നത് വിശ്വാസികൾക്കാണ്. ഇഷ്ടപ്പെടത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷേ അത് എടുത്ത് അങ്ങോട്ട് വെളിയിൽ കളഞ്ഞ ബാക്കിയെല്ലാം പെർഫെക്റ്റാണ്. ആന്ന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മുടെ അകത്തിരിക്കുമ്പം പരിശുദ്ധാത്മാവ് പറയും, നിന്നെ ഞാൻ പുറത്തെടുക്കും. അകത്തിരുന്നോണ്ടാവും പറയും, ഇത് ഞാൻ കുറെ കേട്ടതാ. ഇല്ലേ പാസ്റ്ററെ? അകത്തിരുന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ ദൂത് നിങ്ങളോട് പറയും, നിങ്ങളുടെ സ്ഥിതിക്ക് ഭേദം വരും. ഉടനെ അകത്തിരുന്നോണ്ട് പിശാച് പറയും, വർഷങ്ങളായിട്ടത് ഞാൻ കേൾക്കുന്നതാ. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഈ അകത്തിരിക്കുന്ന ആളിനെ എടുത്ത് വെളിയിൽ കളയണം ആദ്യം. എന്നിട്ട് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം. കൃപയ്ക്ക് മേൽ കൃപ പ്രാപിച്ച് ഉയരത്തക്ക വിധത്തിൽ എൻ്റെ വിശ്വാസം അങ്ങ് വർദ്ധിപ്പിക്കണം. ഈ വിശ്വാസം നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളിലൂടെ സ്വർഗം പ്രവർത്തിക്കാൻ തുടങ്ങും. ഈ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, കരിങ്കല്ലിന് കാറ്റ് പിടിച്ചാലും അനങ്ങത്തില്ലാത്തവരുണ്ടെന്ന്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടല്ലോ അല്ലേ? ഞാൻ പറയുന്നത് ഈ വിശ്വാസത്തിൽ അത്ര കണ്ട് ഉറയ്ക്കണം. എത്ര കാറ്റടിച്ചാലും ചലിക്കരുത്. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ, ഇങ്ങോട്ട് നോക്കിയേ. കരിങ്കല്ലിന് കാറ്റ് പിടിച്ചാലും അനങ്ങരുതെന്ന് പറയാറുണ്ട്. ഞാൻ പറഞ്ഞ ദൈവമക്കൾ അങ്ങനെ ആയിരിക്കണം. എത്ര കൊടിയ കാറ്റടിച്ചാലും എത്ര വലിയ പ്രതിസന്ധി വന്നാലും ഞാൻ കുലുങ്ങത്തില്ലെന്ന് പറയണം. ഞാൻ കുലുങ്ങത്തില്ല, കാരണം എന്നെ കുലുക്കാതെ നിർത്തുന്ന ഒരു സാന്നിധ്യം എൻ്റെ അകത്തുണ്ടെന്ന് പറയണം. എന്നെ ഉറപ്പോടെ നിർത്തുന്ന ഒരു സാന്നിധ്യം എൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് ഇതിനൊന്നും എന്നെ ചലിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറയാൻ ദൈവമക്കൾക്ക് കഴിയണമെങ്കിൽ വിശ്വാസത്തിന്റെ തീവ്രതയിലേക്ക് നമ്മൾ അടുത്ത് ചെല്ലണം. പ്രൈസ് ദി ലോർഡ്. ഓ റമാജര അസ്തൽ ഭ്യോദകരക ശംദരേ ദിനാരകൾ കനകരകദനകടകസ്യ. ഞാൻ പറയാറുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയാറുണ്ട്, എനിക്ക് ഭൗതികമായ ആവശ്യങ്ങളുടെ ലിസ്റ്റൊന്നും അപ്പൻ്റെ മുമ്പിൽ വെക്കാനില്ല. ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് വെക്കാൻ മനസ്സില്ല. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ കൈ ഉയർത്തി പാടിക്കേ. നീ മാത്രമെൻ ദൈവമേ, ഞങ്ങളിതുവരെ ഓ കഴിവല്ല നിൻ കൃപയാണ്, ബലമല്ല നിന്റെയാണ്. കഴിവല്ല നിൻ കൃപയാണ്, ബലമല്ല നിന്റെയാണ്. ഞങ്ങളിതുവരെ താങ്ക് യു ഫാദർ. നീ മാത്രമെൻ ഞങ്ങളിതു അപ്പാ ഞാൻ രോഗിയായി മാറിയപ്പോ യഹോവ റാഫയായി. ഞാൻ രോഗിയായി മാറിയപ്പോ യഹോവ റാഫയായി. തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി. തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി. കരങ്ങൾ ഉയർത്തി പാടിക്കേ. ഓ
അതെ എൻ്റെ മക്കളെ, നമ്മളിവിടെ വരെ എത്തിയത് നമ്മുടെ കഴിവല്ല, അപ്പയുടെ കൃപയാ. എൻ്റെ വലതുകരം നെഞ്ചത്ത് വെച്ച് എനിക്ക് പ്രാഗൽഭ്യത്തോടെ അഭിഷിക്ത ഗണങ്ങളും ആത്മസാന്നിധ്യവും നിറഞ്ഞു നിൽക്കുന്ന ഈ വേദിയിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റും, ഇതുവരെ എത്തിയത് എൻ്റെ പ്രാണപ്രിയൻ്റെ കൃപയാ. പ്രാണപ്രിയൻ്റെ കൃപയാ. മരണത്തോട് മല്ലടിച്ച സാഹചര്യത്തിൻ്റെ നടുവിൽ, പട്ടിണി കൊണ്ട് പരിവട്ടം താണ്ടിക്കിടന്ന സാഹചര്യത്തിൻ്റെ നടുവിൽ, ഒരു മനുഷ്യനും ദയ തോന്നാതെ കണ്ണുനീരിൽ കൈകഴുകി താമസിച്ച സാഹചര്യത്തിൻ്റെ നടുവിൽ ആരെങ്കിലും കൈപിടിക്കാൻ വരുമോ, ഒരു വാക്കുകൊണ്ടെങ്കിലും ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് തലങ്ങും വിലങ്ങും നോക്കി അലറിക്കരഞ്ഞ സാഹചര്യത്തിന്റെ നടുവിൽ ഇന്ന് നിങ്ങളുടെ നടുവിൽ എന്നെ കൊണ്ടുവന്ന് നിർത്തിയത് കഴിവല്ല, കൃപയാ. നാം നിൽക്കുന്നത് കൃപയാ, നമ്മെ നിർത്തിയത് കൃപയാ, കൊണ്ടുവന്നത് കൃപയാ, നടത്തുന്നത് കൃപയാ, ഇവിടം വരെ എത്തിച്ചത് കൃപയാ. ആ കൃപ ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. നിന്നെ ഉള്ളതുപോലെ അറിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, നിന്നെ ഉള്ളതുപോലെ കാണുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ആരും എന്നെ കാണുന്നില്ലല്ലോ എന്നുള്ള അകത്തളത്തിലെ നീറ്റലുകളെ ഒപ്പിയെടുക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. ആത്മാവിൽ അത് അനുഭവിക്കുന്ന ദൈവമക്കൾ, ആത്മാവിൽ കൃപ അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് പ്രതികരിക്കാൻ ഒരു കണ്ണിനും ദയ തോന്നാതെ കിടന്ന സാഹചര്യത്തില് ഇല്ലാതെയായി പോകുമെന്ന് ലോകം മുഴുവൻ വിധി എഴുതിയപ്പോൾ കരം പിടിച്ചു കൊണ്ടുവന്നവന്റെ സാന്നിധ്യം, കരം പിടിച്ചു കൊണ്ടുവന്നവന്റെ കൃപ, ഓ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രാഗൽഭ്യമുണ്ട് പറയാൻ. എൻ്റെ അപ്പയുള്ളത് കൊണ്ടാണ് ഞാനിന്ന് നിൽക്കുന്നത്. എൻ്റെ അപ്പ എൻ്റെ വലത് കരത്തിൽ പിടിച്ചത് കൊണ്ടാണ് ഞാനിന്ന് നിൽക്കുന്നത്. പ്രാഗൽഭ്യമുണ്ട്. എത്ര പേർക്ക് പറയാൻ പറ്റും, സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നപ്പോൾ, സ്ഥിതിക്ക് ഭേദം വന്നപ്പോൾ മാറിപ്പോകേണ്ടതല്ല ഭക്തി, സ്ഥിതിക്ക് മാറ്റം വന്നപ്പോൾ മാറിപ്പോകേണ്ടതല്ല ഭക്തി. വർഷങ്ങളുടെ പാരമ്പര്യം കൂടുമ്പോൾ ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ നൃത്തം ചെയ്യാതെ ഇരിക്കാനുള്ള ലൈസൻസ് അല്ലെന്ന്. വർഷങ്ങളുടെ പഴക്കം കൂടുമ്പം ആരാധനയുടെ തീവ്രത കുറയും, വിശ്വാസത്തിൻ്റെ തീവ്രത കുറയും. കൈയടിക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയാം, വർഷങ്ങളുടെ പാരമ്പര്യം, പ്രാണപ്രിയൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയ ദിവസം മുതൽ ഇന്ന് വരെയുള്ള വയസ്സ്, അത് ആരാധിക്കാതിരിക്കാനുള്ള ലൈസൻസ് അല്ല, ഒന്നും കൂടെ ജമ്പ് ചെയ്ത് ആരാധിക്കാനുള്ള ലൈസൻസാണ്, ഒന്നും കൂടെ ഉച്ചത്തിൽ സ്തുതിക്കാനുള്ള ലൈസൻസാ. ആര് സ്തുതിച്ചില്ലെങ്കിലും ഞാൻ സ്തുതിക്കും, ആരാധിച്ചില്ലെങ്കിലും ഞാൻ ആരാധിക്കും, ആര് മഹത്വപ്പെടുത്തിയില്ലെങ്കിലും ഞാൻ ജമ്പ് ചെയ്യും. എൻ്റെ അപ്പ ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ധാരം ജാരക വേദകരകദന ഘടക ശാന്തന രഗാദര ഹംദന രഗൽക്കനക രഗദന ഘടക ശാന്തരേ അത്തം ജാനം വേദ ഘടകം ധീരമാ രഗാന ജഗല ശദേ അസ്തൽ ജാന ഘടക ശമാന ഘടക ശംദൽ ഭേദവര. വേഗത്തിലൊരു തിരുവചന ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം, അതിൻ്റെ 31, 32 വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ വായിക്കാമോ? യോഹന്നാൻ 11, 31, 32. വീട്ടിൽ അവളോടുകൂടെ ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറയ്ക്കൽ കരവാൻ പോകുന്നു എന്ന് വിചാരിച്ച് പിൻചെന്നു. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്തു കലങ്ങി. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. താങ്ക് യു സോ മച്ച്. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ വേദഭാഗമാണ്. വാക്യം വായിച്ചപ്പോൾ തന്നെ എന്തായിരിക്കും പറയാൻ പോകുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും ദൈവാത്മാവ് എനിക്ക് തന്നൊരാലോചന നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. കർത്താവ് ഈ പ്രിയ കുഞ്ഞ് ജബിനെ വിളിച്ചപ്പോൾ മുതൽ ഞാൻ ഈ മീറ്റിങ്ങിനെ ഓർത്ത് ശക്തമായി പ്രാർത്ഥിച്ചു. ഇന്നലെ രാത്രിയിലും മിനിഞ്ഞാന്നും ഈ ദിവസങ്ങളിലൊക്കെ ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നെങ്കിലും ഈ മീറ്റിംഗ് ഓർത്ത് പ്രത്യേകാൽ പ്രാർത്ഥിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അങ്ങനെ ഇന്നലെ രാത്രി പരിശുദ്ധാത്മാവ് എനിക്ക് തന്നൊരു വചനമാണ്, പ്രാണപ്രിയൻ്റെ അല്ലെങ്കിൽ യേശുനാഥൻ്റെ കാലിൽ വീണാൽ
യേശുനാഥൻ്റെ കാലിൽ വീഴുന്നവരുടെ സാഹചര്യത്തെ മാറ്റുന്ന ദൈവം. ലോകപരമായ മനുഷ്യൻ്റെ കാലിൽ വീണാലല്ല, മറ്റുള്ളവരുടെ കാല് പിടിച്ചാലല്ല, മറ്റുള്ളവരോട് റെക്കമെൻഡേഷന് പറഞ്ഞാലല്ല, വിത്തൗട്ട് എനി റെക്കമെൻഡേഷൻ പ്രാണപ്രിയൻ്റെ കാലിലോട്ട് വീണാൽ, ഓ സദാ റമസ്ഖന, സാഹചര്യങ്ങളെ മാറ്റുന്നൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം. ഹല്ലേലൂയ. ഇവിടെ വായിച്ച വേദഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളതാണെങ്കിലും ഒന്ന് രണ്ട് വാക്കുകൾ അതിൽ നിന്ന് പറയട്ടെ. ബെഥാന്യ എന്ന പട്ടണത്തെക്കുറിച്ച് തിരുവചനത്തിൽ ലാസറിൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് കാണുന്നത്. ഒലിവ് മലയുടെ കിഴക്കേ ചെരുവിലുള്ളൊരു ഗ്രാമമാണ് ബെഥാന്യ. യെരുശലേമിൽ നിന്ന് ഏതാണ്ട് 4 കിലോമീറ്റർ ദൂരമുണ്ട് അതിന്. ലാസറിൻ്റെ ദീനവാർത്ത അറിയുമ്പോൾ അവിടെ യേശു വന്നില്ല, അത് നമുക്ക് നന്നായിട്ടറിയാം. സഹോദരിമാരുടെ പ്രതീക്ഷ യേശു വേഗത്തിൽ വരുമെന്നായിരുന്നു, എന്നാൽ യേശു വന്നില്ല. നമുക്ക് നന്നായിട്ട് ചരിത്രം അറിയാവുന്നത് കൊണ്ട് വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകുകയാണ്. പക്ഷേ ഈ കുടുംബത്തെ യേശു ഒത്തിരി സ്നേഹിച്ച കുടുംബമാണ്, ഒത്തിരി സ്നേഹിച്ച കുടുംബമാണ്. പക്ഷെ ഇവർ പ്രതീക്ഷിച്ചു ദീനമായി കിടക്കുന്നു എന്നറിയുമ്പം ഇത്രയും സ്നേഹമുള്ള യേശു ഓടി വരുമായിരിക്കും എന്നാ പ്രതീക്ഷിച്ചേ. പക്ഷേ പ്രതീക്ഷ മുഴുവനും അസ്ഥാനത്താക്കിക്കൊണ്ട് ദീനമായി കിടന്നപ്പോഴും യേശു വന്നില്ല, മരിച്ചപ്പോഴും വന്നില്ല, അടക്കി 3 ദിവസമായിട്ടും യേശു വന്നില്ല. ഒരു ദൂത് പറഞ്ഞിട്ട് മുന്നോട്ട് പോകട്ടെ. 1 പ്രാർത്ഥിച്ചു, 2 പ്രാർത്ഥിച്ചു, 1 ഉപവസിച്ചു, 2 ഉപവസിച്ചു, എൻ്റെ അപ്പൻ വന്നില്ല, എൻ്റെ വിഷയത്തിന് മറുപടി തന്നില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥന നിർത്തരുത്, വിശ്വാസം കുറയ്ക്കരുത്, പ്രതീക്ഷ കൈവെടിയരുത്. അപ്പൻ വരുന്നത് ലേറ്റായിട്ടാണ് വന്നതെങ്കിൽ അവൻ ചിലത് ചെയ്യാനാണ് വരുന്നത്. ലേറ്റായിട്ട് അവൻ വരുന്നതെങ്കിൽ അവൻ ചിലത് പ്രവർത്തിക്കാനാണ് വരുന്നത്. പ്രാർത്ഥിച്ച് മടുത്ത വിഷയത്തിൻ്റെ മുഖത്ത് പ്രാണപ്രിയൻ്റെ വലതുകരം പ്രവർത്തിക്കുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് ചെയ്യുമെന്ന്. മനുഷ്യൻ വാക്കുമാറും, എൻ്റെ അപ്പൻ വാക്കുമാറില്ല. മനുഷ്യൻ തള്ളിക്കളയും, എൻ്റെ അപ്പൻ തള്ളിക്കളയില്ല. മനുഷ്യൻ കൈവിടും, എൻ്റെ അപ്പൻ കൈവിടില്ല. അവൻ്റെ പുസ്തകത്തിൽ ഊവോ ഊവോ എന്നും ഇല്ല ഇല്ല എന്നും മാത്രമേ ഉള്ളൂ. നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ് പല വിഷയത്തിലും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എനിക്ക് മറുപടി വേണം, പക്ഷെ പലപ്പോഴും മറുപടി കിട്ടാറില്ല. അതെന്തിനാണെന്നറിയാവോ മറുപടി കിട്ടാതെ? ഈ ദിവസങ്ങളിലൊക്കെ ഞാനും എൻ്റെ അപ്പയോട് ചോദിച്ചു, അപ്പേ ഈ പ്രാർത്ഥിച്ച ഉടനെ അല്ലെങ്കിൽ വിതിൻ അവേഴ്സ്, വിതിൻ ഡേയ്സ്, ആ വിഷയത്തിന് അപ്പ എന്താ മറുപടി തരാത്തെ? ആ വിഷയത്തിന് അപ്പ എന്താ മറുപടി തരാത്തെ? അതുപോലെ കണ്ണുനീര് തുരുത്തിയിലാക്കി വയ്ക്കുന്നു, കണ്ണുനീർ തുടച്ചു കളയുന്നു. രണ്ടും 2 പ്രോസസ്സിങ് അല്ലേ? ഈ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ഞാൻ എൻ്റെ അപ്പയോട് ചോദിച്ചപ്പോൾ അപ്പ എന്നെ പറഞ്ഞ് പഠിപ്പിച്ച കാര്യം, കുഞ്ഞേടി നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞാൻ ആ വിഷയത്തിന് മറുപടി തന്നാൽ ഞാൻ പ്രാർത്ഥിച്ചു വാങ്ങിച്ചു എന്നൊരു ചിന്ത നമ്മളെ ഭരിക്കത്തില്ലയോ? മിണ്ടുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചത് നേടി പറയത്തില്ലേ? നിങ്ങൾ പറയത്തില്ലായിരിക്കും, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദൈവം തൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമല്ല. 1. രണ്ടാമത്തെ കാര്യം പറയാം. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി കർത്താവ് 2 വിധത്തിൽ തരും. 1, ഉടനെ തരും. ഉടനെ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി, അയച്ചിട്ടില്ലയോ? പെട്ടെന്ന് ഒരു ഭൂകമ്പമുണ്ടായി, പെട്ടെന്ന് അറയിലൊരു വെളിച്ചം ഉദിച്ചു. ഇതൊക്കെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് സഡൻ ആക്ഷനാ. ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് താമസിച്ചേ മറുപടി കിട്ടത്തുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചാൽ എന്നെ ദൈവാത്മാവ് പഠിപ്പിച്ചൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഈ താമസിച്ച് മറുപടി അല്ല വരുന്നത്, താമസിച്ച് പ്രവൃത്തിയാണ് വെളിപ്പെടുന്നത്. ഓ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? താമസിച്ച് തരുന്ന മറുപടി അല്ല, താമസിച്ച് തൻ്റെ പ്രവൃത്തി അങ്ങോട്ട് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ! കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി വൈകുന്നതിൻ്റെ പിന്നിൽ ഒറ്റ റീസണേ ഉള്ളൂ, അവൻ മറുപടി പ്രവൃത്തിയിലൂടെ കാണിക്കാനായിട്ടാ. പ്രവൃത്തിയിലൂടെ കാണിക്കാൻ നാളിതുവരെ പ്രാർത്ഥിച്ച് മടുത്ത് ഇനി ഞാൻ പ്രാർത്ഥിക്കില്ല എന്ന് പോലും തീരുമാനമെടുത്തിരിക്കുന്നവർ ഇതിൻ്റെ നടുവിലിരിപ്പുണ്ട്. അവരോട് ഞാനൊരു ദൂത് പറയാം, പ്രാർത്ഥന നിർത്തരുത്. പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ടു, പ്രാർത്ഥനയിൽ ബലപ്പെട്ടു. അവൻ തന്റെ പ്രവൃത്തിയിലൂടെ നിനക്ക് മറുപടി തരാൻ വിശ്വസ്തനായ ദൈവമാണ്. ഞാൻ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം എന്താകും, മുന്നോട്ടുള്ള ജീവിതം എന്താകും, നീ പിള്ളേരെ പഠിപ്പിക്കുന്ന കാണണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈഞ്ഞൊടിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നോട്.
അപ്പോഴെല്ലാം എനിക്ക് പറയാൻ മറുപടിയില്ല, സത്യമല്ലേ. ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ചു, വാടക കൊടുക്കാൻ നിവൃത്തിയില്ല, ഈ സുവിശേഷ വിരോധികൾ ഭർത്താവിനെ കൊന്നുകളഞ്ഞു, ആരെയും ആശ്രയിക്കാൻ പോകത്തില്ലെന്ന് ദൈവത്തോട് കമ്മിറ്റ് ചെയ്തു. ഇതിൻ്റെയൊക്കെ നടുവിൽ ₹1 ഇൻകം സോഴ്സ് ഇല്ല. അതിൻ്റെ ഇടയ്ക്കാണ് നീ പിള്ളേരെ പഠിപ്പിക്കുന്ന, ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. എന്തിനാ അങ്ങനെ പറഞ്ഞു? എന്നോടുള്ള വാശി കൊണ്ട് പറഞ്ഞതല്ല. വേറൊരു കോഴ്സിനും വിടാതെ MBBSനും വിടാതെ മിഷണറി ഡോക്ടർമാരാക്കാമെന്നുള്ള വാഗ്ദത്തത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ തയ്യാറായിട്ട് നിൽക്കുക ഞാൻ. അപ്പോൾ ഈ കോഴ്സ് നീ പഠിപ്പിക്കുന്ന കാണണമെന്നുള്ള അർത്ഥത്തിലാണ് ചലഞ്ച് ചെയ്യുന്ന മുഴുവൻ. ഞാൻ ഉള്ളുരുകി നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചതുപോലെ ഉള്ളുരുകി മുറിക്കകത്ത് കയറി. എനിക്കൊരു പ്രാർത്ഥനാ മുറിയുണ്ട്, അതിനകത്ത് കയറി ഞാനിരുന്ന് മണിക്കൂറോളം പ്രാർത്ഥിക്കും. രാത്രി ഒന്നും ഉറങ്ങത്തില്ല, ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കും, ഉറങ്ങാതിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. എൻ്റെ മക്കളുടെ കൂടെയുണ്ട്, അവരും ഞാനും കൂടെ ടൈം ടേബിൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴൊന്നും സ്വർഗത്തിൽ നിന്ന് മറുപടി വന്നില്ല. നിങ്ങൾ ആരും ഹല്ലേലൂയ പറയത്തില്ല, പക്ഷെ ഞാൻ പറയും. സ്വർഗത്തിൽ നിന്ന് മറുപടി വന്നില്ല. എന്നാൽ കർത്താവ് തൻ്റെ പ്രവൃത്തിയിലൂടെ കാര്യങ്ങൾ അങ്ങോട്ട് തെളിയിക്കാൻ തുടങ്ങി. കരം ഉയർത്തി സ്തുതിക്കാൻ പറ്റുമോ? ഇന്ന് പകൽ ദൈവം ചിലരുടെ കുടുംബജീവിതത്തിലും ചിലരുടെ ഭവനത്തിലും ചിലരുടെ തലമുറകളുടെ മേലും തൻ്റെ പ്രവൃത്തിയിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുവാണെന്ന് പ്രാരംഭത്തിൽ ദൂത് പറയുമ്പോൾ മടുത്തു പോകാതെ ഞാൻ പ്രാർത്ഥിക്കുക, മടുത്തു പോകാതെ ഞാൻ സ്തുതിക്കുക, മടുത്തു പോകാതെ ഞാൻ ആരാധിക്കുക. അപ്പൻ എന്നെ കൊന്നാലും അപ്പൻ എന്നെ വിട്ടാൽ അപ്പനെ ഞാൻ വിടില്ല എന്നുള്ള തീരുമാനം. ഞാൻ എൻ്റെ അപ്പായോട് പറഞ്ഞേ, അപ്പാ ഒത്തിരി കാര്യങ്ങൾ സങ്കടങ്ങൾ പറഞ്ഞു ഞാൻ അങ്ങയോട്. അങ്ങേ അതിനൊന്നും എനിക്ക് മറുപടി തന്നില്ല. പക്ഷേ യോബ് പറഞ്ഞ പോലെ ഞാൻ അങ്ങ് പറയേ, ഞാൻ അങ്ങേ വിട്ടിട്ട് പോകുമ്പോൾ അങ്ങ് സ്വപ്നത്തിൽ ഓർക്കണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായോ? നമുക്ക് യേശുവില്ലെങ്കിലും മറുപടി മതി. നമുക്ക് യേശുവില്ലെങ്കിലും വിഷയത്തിന് പരിഹാരം മതി. നമുക്ക് യേശു നമ്മുടെ കൂടെ ഇല്ലെങ്കിലും കാര്യങ്ങൾ നടന്നാൽ മതി. അല്ലെന്നോ, കാര്യങ്ങൾ നടക്കുന്നതിനേക്കാളും വലുത് യേശുവാ. വിഷയങ്ങൾക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും വലുത് യേശുവാ. ഈ ലോകത്ത് പരിഹാസപാത്രമായാലും യേശുവാ വലുത്. ഈ ലോകത്തിൽ നിന്ദിക്കപ്പെട്ടാലും യേശുവാ വലുത്. ഈ ലോകത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നാലും യേശുവാ വലുത്. യേശു ഉണ്ടെങ്കിൽ നമ്മുടെ സ്ഥിതി മാറും. യേശു ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ സ്ഥിതി മാറും. യേശു ഉണ്ടെങ്കിൽ ആത്മീയ ജീവിതത്തിന്റെ സ്ഥിതി മാറും. യേശു ഉണ്ടെങ്കിൽ തലമുറകളുടെ സ്ഥിതി മാറും. അതാ ഞാൻ പ്രാരംഭം മുതൽ പറയുന്നത്, കർത്താവേ എനിക്ക് മറ്റൊന്നും തന്നില്ലെങ്കിലും എനിക്ക് അങ്ങയുടെ സാന്നിധ്യം വേണം, അല്ലെങ്കിൽ അങ്ങ് വേണമെന്ന് കൊതിക്കാൻ പറഞ്ഞത്. നോക്കിയേ, ഈ ലാസർ മരിച്ചിട്ട് 3 ദിവസമായിട്ടും യേശു വന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ അപ്പയോട് ചോദിച്ചു, അപ്പേ എന്തായിരിക്കും? നമ്മളൊക്കെ പറയത്തില്ലേ, വെയിറ്റ് ആൻഡ് സീ. നീ വെയിറ്റ് ചെയ്യുക, കാണിക്കാം എന്ന് പറഞ്ഞതുപോലെ യേശു അപ്പച്ചൻ എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നി. ദൈവമക്കളെ, ലാസർ മരിച്ചു. 3 ദിവസം കഴിഞ്ഞു യേശു വന്നില്ല. എന്നാൽ 4-ാം ദിവസം യേശു വന്നു. 4-ാം ദിവസം യേശു പട്ടണത്തിലേക്ക് പ്രവേശിച്ചു എന്നറിഞ്ഞ ഉടനെ ലാസറിൻ്റെ 2 സഹോദരിമാരിൽ ഒരുവളായ മാർത്ത, ആ ചരിത്രം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കാത്ത കേട്ടോ, ഓടിച്ചെന്ന് യേശുവിനോട് സംസാരിക്കുമ്പോൾ പറയുന്ന വാക്കുകൾ നമുക്ക് നന്നായിട്ട് കാണാതെ അറിയാം. എങ്കിലും ഞാനൊന്ന് പറയാം. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. ഉടനെ കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഉടനെ അവൾ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ അവൻ എഴുന്നേൽക്കുമെന്ന്. ദൈവമക്കളെ, കൂടെ കാൽപാദത്തിൽ ഇരുന്നവളോടൊരു ബൈബിൾ സ്റ്റഡി നടത്തേണ്ട കാര്യമില്ല. മാർത്തയെ കണ്ട ഉടനെ യേശുപ്പച്ചൻ ബൈബിൾ സ്റ്റഡിയാണ് നടത്തിയേ. കാരണം ആദ്യം അവളെ ഒന്ന് ഉറപ്പിക്കണം, എന്നിട്ട് വേണം പ്രവൃത്തി ചെയ്യാൻ. ആദ്യം വചനത്തിലൊന്ന് ഉറയ്ക്കണം. ഈ അന്ത്യകാലഘട്ടത്തിൽ, അപ്പൻ്റെ വരവെടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആരാധനയും പാട്ടും പ്രാർത്ഥനയും മാത്രം പോരാ, വചനം ഹൃദയത്തിനകത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. വചനം വെച്ച് ശത്രുവിൻ്റെ തുയ്യമ്പുകളെ തകർക്കണം. വചനം എന്ന വാളെടുത്ത് പൈശാചിക മണ്ഡലത്തെ വെട്ടണം. വചനം എന്ന അധികാരത്തോടെ എഴുന്നേറ്റ് നിന്ന് ശത്രുവിൻ്റെ പാളയത്തിൽ കയറി അവനെ തുരത്തി ഓടിക്കണം. വചനം എന്ന വാളെടുത്ത് അവൻ പിടിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ മുതലുകളെ തിരിച്ചു പിടിക്കണം. ഇതിന് വചനത്തിൻ്റെ ശക്തിയുണ്ട്. അകത്ത് വസിക്കണം. ഞാനിപ്പോൾ നമ്മൾക്ക് ആത്മീയ കോളത്തിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ആർക്കും വചനത്തിനോട് വലിയ താല്പര്യമില്ല. 2 ദിവസം 3 ദിവസം 4 ദിവസം 5 ദിവസം 6 ദിവസം 1 വർഷം 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം 5 വർഷം 6 വർഷം 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം 5 വർഷം 6 വർഷം 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം 5 വർഷം 6 വർഷം 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം 5 വർഷം 6 വർഷം 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം 5 വർഷം 6 വർഷം 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം 5 വർഷം 6 വർഷം 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം 5 വർഷം 6 വർഷം 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം 5 വർഷം 6 വർഷം 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം 5 വർഷം 6 വർഷം 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം 5 വർഷം 6 വർഷം 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം 5 വർഷം
വചനത്തിനോട് എല്ലാവർക്കും പ്രവചനം അല്ലെങ്കിൽ ആരാധന, ഈ രണ്ട് കാര്യം മാത്രം മതി. പോരാ കേട്ടോ, പോരാ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുവപ്പച്ച 40 ദിവസം ഉപവാസവും കഴിഞ്ഞ് പരിശുദ്ധാത്മാ പ്രാവെന്ന രൂപേണ ഇറങ്ങി സ്നാനപ്പെട്ടിട്ട് ആത്മാവ് അവനെ മരുഭൂമിയിലേക്കാണ് നടത്തിയത്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അവിടെ യേശുവപ്പച്ചൻ വസിച്ചത് കാട്ടുമൃഗങ്ങളോടുകൂടെയായിരുന്നു. പക്ഷെ അതിൻ്റെ നടുവിലും ദൂതന്മാർ അവനെ ശുശ്രൂഷ ചെയ്തു. പക്ഷെ പിശാച് പരീക്ഷിക്കാൻ വന്നപ്പോൾ എന്ത് പറഞ്ഞാൽ പരീക്ഷിക്കാൻ വന്നേ? നിങ്ങൾ വായിച്ചിട്ടില്ലയോ? വായിപ്പിക്കട്ടെ, എന്നാ വായിച്ചാട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോട് കൂടെ ആയിരുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു. വാക്യം കേട്ടല്ലോ അല്ലേ? ഉപവാസം കഴിയുമ്പോൾ ആത്മാവ് മരുഭൂമിയിലേക്കാണ് നടത്താൻ പോകുന്നതെന്ന്. പേടിച്ചോ? മരുഭൂമി ഉണ്ടെങ്കിൽ കാട്ടുമൃഗങ്ങളുണ്ട്, കാട്ടുമൃഗങ്ങളും മരുഭൂമിയും ഉണ്ടെങ്കിൽ ദൂതന്മാരുടെ സാന്നിധ്യമുണ്ട്. മിണ്ടുന്നില്ലല്ലോ, മനസ്സിലായില്ലേ? പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ യേശുവിനെ പിശാച് പരീക്ഷിച്ചത് എങ്ങനാ? നിനക്ക് വിശന്നിരിക്കുമല്ലേ, ഈ കല്ല് അപ്പമാകാൻ കൽപ്പിക്കുക. ഉടനെ കർത്താവ് എങ്ങനെ പറഞ്ഞേ? ഇപ്പോൾ അവിടുന്ന് അപ്പം എനിക്ക് എൻ്റെ ദൈവം അപ്പം കൊണ്ട്, എൻ്റെ പിതാവ് അപ്പം കൊണ്ട് തരുമെന്നാണ് പറഞ്ഞത്. അല്ല, വചനം വെച്ച് അവനോട് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്നുള്ള വചനം കൊണ്ടും. രണ്ടാമത്തെ പരീക്ഷണം, നീ ഇതിൻ്റെ മേളിൽ നിന്ന് ചാടിക്കേ. വചനം 91-ാം സങ്കീർത്തനം, അവൻ നിന്നെക്കുറിച്ച് നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നല്ലേ. അവനും വചനം അറിയാം, അവനും. ഇതാ പറഞ്ഞത്, നമ്മുടെ അകത്തും വചനം വേണമെന്ന് പറഞ്ഞത്. ഇവൻ ഇതും കൊണ്ട് വരുമ്പോൾ ഇതിലും വലുതെടുത്തിട്ട് അവനോട്ടൊരു വെട്ടുവെട്ടാനുള്ള ആയുധം നമ്മുടെ കൈ വേണം. മേളിൽ നിന്ന് ചാടി നിന്നെ അവൻ ദൂതന്മാരുടെ കയ്യിൽ താങ്ങുമല്ലോ, ഒന്ന് ചാടിക്കേ എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നീ നിന്റെ പണി നോക്ക, നിന്റെ ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നില്ലയോ? പിന്നെ അവൻ്റെ പൊടി പോലും കണ്ടില്ല. പിന്നെ അവൻ യേശുവിൻ്റെ അടുക്ക ചെന്നില്ല. നമുക്ക് ഇതറിയത്തില്ലാത്തത് കൊണ്ട് നമ്മൾ ആരെങ്കിലും ദൈവദാസന്മാരെ വിളിക്കും, തലയെ കൈവപ്പിക്കും, പ്രാർത്ഥിക്കും, ശാസിക്കും, ഭയങ്കര പ്രശ്നങ്ങളാണ് നമ്മൾ. അതുകൊണ്ട് അവൻ പിന്നെയും ഞോണ്ടിക്കൊണ്ടിരിക്കും. ആത്മാവിൽ സടകുടഞ്ഞ് എഴുന്നേറ്റോണം കേട്ടോ, ആത്മാവിൽ സടകുടഞ്ഞ് എഴുന്നേറ്റോണം. പൈശാചിക മണ്ഡലത്തിൽ നോക്കി വെല്ലുവിളിക്കാനുള്ള ശക്തി പ്രാപിക്കണം. എൻ്റെ കുടുംബത്തിനകത്ത് കയറിപ്പോകരുത്, എൻ്റെ തലമുറകളെ തൊട്ടുപോകരുത്, എൻ്റെ സഭയുടെ അകത്ത് നിന്റെ പ്രവേശനം വരുത്, നിന്നെ ഞാൻ ഇല്ലായ്മ ചെയ്ത് കളയുമെന്ന് ആത്മാവിൽ കരുത്തോടെ പറയുവാനുള്ള കൃപ ദൈവസന്നിധിയിൽ പ്രാപിച്ചെടുക്കണം പ്രിയമുള്ളവരെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാവിന്മേലൊരു അധികാരമുണ്ട്, നമ്മളതെടുത്ത് പ്രയോഗിക്കാൻ തയ്യാറായാൽ മതി. സ്വർഗം നമുക്ക് സിഗ്നേച്ചർ തന്നിരിക്കുകയാണ്. സ്വർഗം പറഞ്ഞു, നീ ഭൂമിയിൽ കെട്ട, ഞാൻ ഉയരത്തിൽ കെട്ട, ഈ ഭൂമിയിൽ അഴിക്ക, ഞാൻ ഉയരത്തിൽ അഴിക്ക. ഇത് സംഭവിക്കണമെങ്കിൽ നമ്മുടെ മേലൊരു അധികാരവും നമ്മുടെ മേലൊരു അഭിഷേകവുമുണ്ട്. അത് തിരിച്ചറിഞ്ഞ് വേണമെന്ന് ഈ ആലയത്തിൽ വിട്ടുപോകുവാൻ. മാർത്ത ചെന്നു, മാർത്തയോട് ബൈബിൾ സ്റ്റഡിയൊക്കെ പറഞ്ഞു. മാർത്ത തിരിച്ചു പറഞ്ഞു, കർത്താവ് പറഞ്ഞു, നീ ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, എടി കുഞ്ഞെ, അങ്ങനെയല്ല, ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞപ്പോൾ ഒരൊറ്റ വിടൽ വിട്ടു. ഓടിച്ചെന്ന് മറിയോട് പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. എൻ്റെ വിഷയം അതൊന്നും അല്ലെങ്കിലും ചരിത്രം ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്നോട് ദൈവാത്മാവ് പറഞ്ഞ ദൂതിലേക്ക് ഞാൻ വരിക. മറിയോട് ചെന്ന് പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. സ്വകാര്യമായി വിളിച്ചിട്ടെന്നാണ് പറഞ്ഞല്ലേ, സ്വകാര്യമായി. അപ്പോൾ ഇവളുടെ കൂടെ 3-4 ദിവസമായിട്ട് കുറേ യഹൂദന്മാർ ഇരിപ്പുണ്ട് കരയാൻ മറിയയുടെ കൂടെ. അവർ കരഞ്ഞുകൊണ്ടും ആശ്വസിപ്പിച്ചുകൊണ്ടും, മറിയ കരയുമ്പോൾ ഒരു പക്ഷെങ്കിൽ അവർ കരയും, ഇല്ലെങ്കിൽ മറിയെ ആശ്വസിപ്പിച്ചൊക്കെ ഇവർ അടുത്തിരിക്കുകയാണ്. പക്ഷെ സ്വകാര്യമായി മാർത്ത മറിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം മറിയ ഇരുന്നിടത്തുനിന്ന് ചാടി എഴുന്നേറ്റു. മറിയ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ്. അവൾ എഴുന്നേറ്റ് വേഗത്തിൽ പോകുന്ന കണ്ടപ്പം കൂടെ ഇരുന്ന യഹൂദന്മാർ വിചാരിച്ച കാര്യം അവിടെ എഴുതിയിരിക്കുന്നത്. മറിയ വേഗത്തിൽ എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട്
അവൾ കല്ലറയ്ക്കൽ കരവാൻ പോകുന്നു എന്ന് അവർ ചിന്തിച്ച്. അതിൻ്റെ അർത്ഥം എന്തുവാ? അതിൻ്റെ അർത്ഥം എന്തുവാ? ദീനമായി കിടന്നു, മരിച്ചു, ഇന്ന് 4 ദിവസം. നാറ്റം വെച്ചെന്ന് സ്വന്തം സഹോദരി തന്നെ പറയുന്നുണ്ട്. ഈ 3 ദിവസവും അല്ലെങ്കിൽ 4-മത്തെ ഈ ദിവസം, കഴിഞ്ഞ 3 ദിവസവും 4-മത്തെ ഈ ദിവസത്തിൻ്റെ സമയം വരെയും അവൾ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് കല്ലറയിൽ കരയാൻ പോകുമായിരുന്നു എന്നല്ലേ? അവൾ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് കല്ലറയിൽ കരയാൻ പോകുമായിരുന്നു. മാതാപിതാക്കളെക്കുറിച്ചൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അവൾ പോയി പറഞ്ഞിട്ട് കരയുന്ന കാര്യം എന്തായിരിക്കും? നമ്മൾ എന്തായിരിക്കും പറയുന്നേ? ഞങ്ങൾക്കിനി ആരുമില്ലല്ലോ, നീ ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ലല്ലോ, ഒടുക്കത്തെ പുനരുത്ഥാനത്തിലല്ലേ നീ വരത്തുള്ളൂ, ഞങ്ങളെ ആര് സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് ആ കല്ലറയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞ മറിയെ നിങ്ങളൊന്ന് ഭാവനയിൽ കണ്ടേ. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയത്തെ വെച്ച് നിങ്ങൾ പറയത്തില്ലേ, കർത്താവ് ഇതൊരിക്കലും നടക്കത്തില്ലല്ലോ, ഇതെൻ്റെ കൈവിട്ടു പോയല്ലോ, ഇതെനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ലല്ലോ, ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതം എന്തായിരിക്കും, എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അടഞ്ഞു കിടക്കുന്ന, എന്ന് പറഞ്ഞാൽ നിർജീവമായി കിടക്കുന്ന ഒരു വിഷയത്തിൻ്റെ മുമ്പിൽ, അടഞ്ഞു കിടക്കുന്ന കല്ലറയുടെ മുമ്പിൽ മറിയ കരഞ്ഞതുപോലെ എത്രയെത്ര അവസരങ്ങളിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ. ഈ പതിവായിരിക്കും, ഈ കരച്ചിലിനായിരിക്കും അവൾ ഇന്നും പോകുന്നത് എന്ന് കണ്ട് യഹൂദന്മാർ വേഗത്തിൽ അവളുടെ കൂടെ എഴുന്നേറ്റ് പോയി. പക്ഷെ ഇന്ന് മറിയ എഴുന്നേറ്റത് കരയാനായിരുന്നില്ല, ഇന്ന് മറിയ എഴുന്നേറ്റ് പോയത് കല്ലറയിലേക്കായിരുന്നില്ല. ഇതുവരെ അവളെ കരയിപ്പിച്ച റമ ജന ധനാര വരാമെന്ന് പറഞ്ഞവൻ വന്നില്ല. ഇത്രയും ദിവസം കാത്തിരുന്നിട്ടും അവൻ വന്നില്ല. അവൻ വരാത്തതിൻ്റെ പിന്നിൽ ഒരു പ്രവൃത്തി ഉണ്ടെന്ന് എനിക്കറിയാം. ഇന്നവൻ വന്നിട്ടുണ്ടെങ്കിൽ അവൻ ചിലത് ചെയ്യും, ഇന്നവൻ വന്നിട്ടുണ്ടെങ്കിൽ അവൻ ചിലത് ചെയ്യും. ഇത് വചനമകത്തുള്ള മറിയയ്ക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവൾ ഇരുന്നിടത്തുനിന്ന് ചാടി എഴുന്നേറ്റു. എല്ലാവരും വിചാരിച്ചു ഇവൾ പതിവ് പോലെ കല്ലറയ്ക്കാ പോകുന്നതെന്ന്. പക്ഷെ മറിയ പോയത് കല്ലറയ്ക്കലല്ലായിരുന്നു. ഇതുവരെ വരാതിരുന്നിട്ട് ഇന്ന് വന്നവൻ്റെ കാലിൽ വീഴാൻ പോയതാ. എന്താണെന്നറിയാമോ? ഇതുവരെ അവളെ കരയിപ്പിച്ച, ഇതുവരെ അവളെ വേദനിപ്പിച്ച, ഇതുവരെ അവളെ നൊമ്പരപ്പെടുത്തിയ, ഇതുവരെ അസാധ്യതകൾ മാത്രം വിവരിച്ച് കാണിച്ച് അവളുടെ സ്വസ്ഥതയെ കെടുത്തിയ വിഷയത്തിന് മറുപടി അത് പ്രാപിക്കാൻ നാളിതുവരെ നിന്റെ വിഷയത്തിന് മറുപടി കിട്ടിയിട്ടില്ലേ? നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കാൻ തയ്യാറാകാമോ? നീ ഒന്ന് എഴുന്നേൽക്കാൻ തയ്യാറാകാമോ? ആ കരച്ചിലിൽ നിന്ന്, ആ വേദനയിൽ നിന്ന്, ആ നൊമ്പരത്തിൽ നിന്ന്, ആ സാഹചര്യത്തിൽ നിന്ന് ഇന്ന് പകലൊന്ന് എഴുന്നേറ്റാ ഞാൻ ആത്മാവിൽ പറയൂ, നിന്റെ വിഷയത്തിന് മറുപടി സ്വർഗം തന്നിരിക്കും. ദൈവമക്കളെ, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിട്ട് ഏതാണ്ടോ അടയ്ക്കപ്പെട്ട അനുഭവത്തിലായിരുന്നു 4 വർഷം. 4 വർഷം അടയ്ക്കപ്പെട്ട അനുഭവത്തിൽ ഞാൻ അതിനകത്തുനിന്ന് എഴുന്നേക്കുമെന്ന് ഒരിക്കൽ പോലും ഞാൻ ഓർത്തില്ല. മക്കൾ പഠിക്കാൻ പോയി, ആരുമില്ല വീട്ടിൽ, ഒറ്റയ്ക്കാ ഫ്ലാറ്റിൽ. ഇന്നത് ഓർക്കുമ്പം എൻ്റെ നെഞ്ച് കിടന്ന് പിടയ്ക്കാൻ തുടങ്ങും. ഞാൻ എങ്ങനെ അതിനെ ഓവർകം ചെയ്തെന്ന്, ഞാൻ ആ സാഹചര്യങ്ങളെ എങ്ങനെ അതിജീവിച്ചെന്ന് ഞാൻ ഓർത്ത് പിടയ്ക്കും. കാരണം ഫോൺ വിളിക്കാനോ അന്വേഷിക്കാനോ തിരക്കി വരാനോ ആരുമില്ല. മീറ്റിങ്ങുകൾക്ക് അങ്ങനെ പോകാറില്ല. ഛത്തീസ്ഗഡിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. എന്തുമാത്രം വേദന, ഏകാന്തത, ഉമിത്തി പോലെ നീറിക്കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോലും മറന്നുപോയ ദിനരാത്രങ്ങൾ. 7 ദിവസമൊക്കെ ഒറ്റ ഇരിപ്പിരുന്നിട്ടുണ്ട്, എഴുന്നേക്കാതെ. അവശ്യ കാര്യങ്ങൾക്ക് പോലും പോകാതെ ഇരുന്ന ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ സ്വർഗം അടുത്ത് വന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു അനുഭവം പറയാം. ചില ദീർഘ ദിവസങ്ങൾ ഒറ്റ ഇരിപ്പിരുന്നിട്ട് ഇതിനകത്ത് നിന്ന് എഴുന്നേൽക്കാൻ പറ്റുമെന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു ഇരിപ്പിരുന്നപ്പോൾ ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ അടച്ചിട്ട വാതില 7 ദിവസമായിട്ട് തുറന്നിട്ടില്ല. പക്ഷെ ഒരു ദിവസം ഒരു മനുഷ്യൻ വന്ന് എൻ്റെ അടുക്കലിരുന്നു. അടച്ചിട്ട വാതിലിനകത്തൂടെ ആളെങ്ങനെ അകത്ത് വന്നെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇരുന്നത് തറയില്ല, സോഫയിൽ പോലും ഇരിക്കാൻ മനസ്സില്ലാതെ തെന്നി തറയിലിരുന്നപ്പോൾ ഒരു മനുഷ്യൻ വന്ന് എൻ്റെ അടുത്തിരുന്നു. ആരോ എൻ്റെ തോളിൽ പിടിക്കുന്നത് പോലൊരു ഫീലിങ്സ് എനിക്കുണ്ടായി. അവൻ പറഞ്ഞു, എഴുന്നേൽക്ക്. എൻ്റെ ചെവിക്കകത്ത് ഇപ്പോഴും അത് കേൾക്കുന്നുണ്ട്. അവൻ പറഞ്ഞു, നീ ഒന്ന് എഴുന്നേൽക്ക്, നീ ഒന്ന് എഴുന്നേൽക്ക്. അന്ന് എന്നെ ആരോ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് പോലെ എഴുന്നേൽപ്പ. പിന്നെ ഇന്ന് വരെ ഇരുന്നിട്ടില്ല, പിന്നെ ഇന്ന്
വരെ ഇരുന്നിട്ടില്ല. അത് മറ്റാരുമല്ല, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ അപ്പനാ, മറ്റാരുമല്ല, ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ അപ്പനാ. ഇന്ന് പകൽക്കാലം നീ ആഴത്തിൽ വിശ്വസിക്കുമെങ്കിൽ നിന്റെ അടുക്കൽ വന്ന് ഇരുന്ന് നിന്നെ തോളിൽ കൈകഴിട്ട് നിന്നെ എഴുന്നേൽപ്പിച്ച് നിന്റെ മനസ്സിന് തണുപ്പ് പകർന്ന് നിന്റെ വിഷയത്തിന് മറുപടി പകർന്ന് നിന്നെ ഭവനത്തിന് സ്വസ്ഥതയോടെ എത്തിപ്പാൻ. ഒറ്റയ്ക്കുള്ള യാത്രയല്ലേ, ഒറ്റയ്ക്കുള്ള സഞ്ചാരവും ഒറ്റയ്ക്കുള്ള ട്രാവലിംഗ് ഒക്കെയാ. ഇപ്പോഴും ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്കും, അതുപോലെ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. ഇടയ്ക്കിടയ്ക്ക് അതോർത്ത്, അന്ന് എന്നെ പിടിച്ചതോർത്ത് ഞാൻ ഇന്ന് സന്തോഷത്തോടെ കരയാറുണ്ട്. ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറിയിരിക്കുമ്പം ഇടത് സീറ്റിലോട്ട് കൈവച്ചിട്ട് ചോദിക്കും, എൻ്റെ അടുത്തുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് അറിയത്തില്ല. ശുശ്രൂഷയുടെ തിരക്കിലാ സഹോദരങ്ങൾ 2 പേരും. പ്രായമുള്ളതാണ് എൻ്റെ അമ്മച്ചി. അങ്ങനെ വലിയ പ്രായമൊന്നും തോന്നിക്കത്തില്ലെങ്കിലും അമ്മച്ചിക്ക് ഒരു സൈഡിലേക്ക് മാത്രമേ എൻ്റെ കൂടെ വരാനൊക്കത്തുള്ളൂ, അല്ലെങ്കിൽ റെസ്റ്റ് എടുത്തിട്ടേ പിന്നെ റിട്ടേൺ വരാനൊക്കത്തുള്ളൂ. എനിക്ക് അങ്ങനെ പോയി ഒരിടത്തും കിടക്കാൻ പറ്റത്തില്ല. ഒരു മോൾ ഇവിടെ ഇല്ല, മറ്റേ മോൾ ഭവനത്തിലുണ്ട്, അവൾ പഠിച്ചുകൊണ്ടിരിക്കുക. കൂടെ വരാൻ ആരുമില്ല. മാർത്താണ്ഡത്തും പാലക്കാടും കോയമ്പത്തൂരും ഒക്കെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇടത് സീറ്റിലോട്ട് കൈവച്ചിട്ട് ചോദിക്കും, അപ്പായേ എൻ്റെ അടുത്തുണ്ടല്ലോ അല്ലേ? എന്നെ ഉറങ്ങാതെ വീട്ടിൽ കൊണ്ട് എത്തിക്കണേ അപ്പാ. എൻ്റെ കൂടെ ഇരുന്ന് എന്നോട് സംസാരിക്കണേ. ഉള്ളുരുകി നെഞ്ചു പെടഞ്ഞ ചിലപ്പോൾ എൻ്റെ പ്രാണപ്രിയനോട് ഞാൻ പറയുന്നത്. അപ്പോഴന്ന് വലത് കരത്തിൽ പിടിക്കാമെന്ന് പറഞ്ഞവൻ്റെ ഒരു നനുത്ത സാന്നിധ്യം ഈ സീറ്റിൽ ഞാൻ അനുഭവപ്പെടാറുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടങ്ങുന്ന അന്യഭാഷ എൻ്റെ കുടുംബത്തിനകത്ത് കൊണ്ടുവന്ന എന്നെ നിർത്തുന്നത്. എങ്ങനെ ഇവിടം വരെ ഓടി വന്നു എന്ന് 1:30-ക്കും 1:45-നും 2 മണിക്കും കാറ് കൊണ്ട് കാർ പോർച്ചിൽ കയറ്റുമ്പോൾ ഓർക്കും, എൻ്റെ കർത്താവേ ഞാനിവിടെ എത്തിയോ. ഞാൻ കർത്താവിൻ്റെ ദാസൻ വെളിയിരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്ര നല്ല അപ്പയെ വേറെ ആർക്ക് കിട്ടുമെന്ന്. ഇത്ര നല്ല അപ്പയെ വേറെ ആർക്ക് കിട്ടും? ആ അപ്പ എൻ്റെ കൂടെ ഉണ്ടെന്ന് തൻ്റെ ഇടമുള്ളവർ കൈപൊക്കി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ആ അപ്പ എൻ്റെ കൂടെയുണ്ട്. അവനാ എന്നെ ഇവിടം വരെ കൊണ്ടുവന്നത്, അവനാ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്, അവനാ എന്നെ മുന്നോട്ട് നടത്തുന്നത്, അവനാണ് എൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഓട്ടത്തിനുള്ള പ്രേരണ. അവനില്ലെങ്കിൽ ഞാനില്ല എന്ന് പറയാൻ കരുത്തുള്ള ദൈവമക്കൾ. ഞാനെപ്പോഴും പറയാറുണ്ട്, എൻ്റെ അപ്പയില്ലാതെ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന്. സത്യമാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം വെച്ച് തന്നെ പറയും. ഞാൻ ആവറേജ് ഫാമിലി. എനിക്കറിയാം, നിങ്ങൾക്ക് പലർക്കും എൻ്റെ സാക്ഷ്യം അറിയാം. ഇടുക്കി ജില്ലയിൽ ഹെലിബറിയ എന്ന് പറഞ്ഞൊരു തേയിലത്തോട്ടത്തിൽ കൊളുന്ത് നുള്ളുന്ന ഒരമ്മയുടെയും ആ നുള്ളി വെക്കുന്ന കൊളുന്ത് ചാക്കിൽ കയറ്റി റോഡിൽ വെക്കുമ്പം അത് വണ്ടിയെ കയറ്റി ഫാക്ടറി കൊണ്ടെത്തിക്കുന്ന ട്രാക്ടർ ഡ്രൈവറായ ഒരപ്പൻ്റെ മൂത്ത മോളാണ് ഞാൻ. എൻ്റെ അമ്മ ഇന്ന് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അമ്മച്ചി വരാൻ പറഞ്ഞെന്ന്. ഇന്ന് എൻ്റെ അമ്മ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. എൻ്റെ അമ്മ ഈ യേശുവിനെ റോമൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആദ്യമായി അപ്പനെ രുചിച്ചറിഞ്ഞു. അതറിഞ്ഞത് എങ്ങനെയാണെന്നറിയാമോ? ശ്വാസമെടുക്കാൻ തത്രപ്പാട് കഴിക്കുകയാണ്, ആസ്മാരോഗിയാണ്. ഒരു ശ്വാസം നന്നായി എടുക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന് കൊതിയോടെ കാത്തിരുന്ന് കൈ രണ്ടും 2 സൈഡിൽ കുത്തിവെച്ച് വെള്ളം ഒഴുകിപ്പോകുന്ന, ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടുമുറ്റത്ത് വെള്ളം ഒഴുകിപ്പോകുന്ന വലിയൊരു കാനയുണ്ട്, ഒരു ഓടയുണ്ട്. അതിൻ്റെ സൈഡിൽ കുത്തിയിരുന്ന് ശ്വാസമെടുക്കാൻ തത്രപ്പാട് കഴിഞ്ഞ് ആഞ്ഞു വലിച്ചപ്പോൾ കവലയിൽ നിന്നൊരു പാസ്റ്റർ പ്രസംഗിക്കുകയാ, ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെയാ? ഇന്ന് നീ ഭൂമി വിട്ടു പോയാൽ നിൻ്റെ നിത്യത എവിടെയാ? ആ ചോദ്യം കേട്ടുകൊണ്ട് എൻ്റെ അമ്മ പറഞ്ഞു, കൈകാട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഈ യേശുവിനെ കുറിച്ച് പറയാൻ. യേശുവിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി എനിക്ക് കൂടുതൽ ജീവിതമില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം, പക്ഷേ എനിക്ക് സ്വർഗത്തിൽ പോകണം, അതുകൊണ്ട് ഈ യേശുവിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അന്ന് യേശുവിനെ അമ്മ സ്വീകരിച്ചു. സ്കൂൾ വിട്ട് അന്ന് വന്നപ്പോൾ ഈ യേശുവിൻ്റെ പിന്നാലെ അനുഗമിക്കാൻ പറഞ്ഞ് ഈ പെട്ടകമെടുത്ത് ഞങ്ങളുടെ തോളിൽ വെച്ച് തന്നു. അന്ന് മുതൽ ഇത് ചുമക്കാൻ തുടങ്ങിയതാ. ഞാനും എൻ്റെ സഹോദരനും സഹോദരിയൊക്കെ കൂടുമ്പം ഞങ്ങൾ എപ്പോഴും പറയും, അമ്മച്ചി അന്ന് ആ സ്റ്റെപ്പ് എടുത്തില്ലായിരുന്നെങ്കിൽ, അമ്മ അന്ന് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ എന്തായി തീരുമായിരുന്നു? പ്രിയമുള്ളവരെ, നീ എടുക്കുന്ന ചില ഡിസിഷൻ ഉണ്ടല്ലോ, നിന്റെ തലമുറയുടെ ജീവിതത്തെ തിരുത്തുന്നതാ. നീ എടുക്കുന്ന ചില തീരുമാനമുണ്ടല്ലോ, നിന്റെ തലമുറയുടെ ജീവിതത്തെ തിരിക്കുന്നതാ. നീ എടുക്കുന്ന ചില ഡിസിഷൻസ് ഉണ്ടല്ലോ, നിന്റെ കുടുംബത്തിന്റെ ഗതിയെ മാറ്റുന്നതാ. സീസൺ ഇന്ന് പകൽക്കാലം ദൈവം മാറ്റുന്നതാ. അവനെ വിശ്വസിച്ച അന്ന്
ഈ അപ്പനെ ഹൃദയത്തിലേറ്റിയതാ. അപ്പനെ ഹൃദയത്തിലേറ്റുന്നത് കൊണ്ട് പ്രതികൂലമോ പ്രയാസമോ പ്രതിസന്ധിയോ ഒന്നും മാറുമെന്നൊന്നും ഞാൻ നിങ്ങളോട് പറയത്തില്ല കേട്ടോ. അപ്പനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവും നാഥനുമായി കൂടെ കൂട്ടിയാൽ ഒരു കാര്യവും ഉറപ്പാ, നിത്യത ഉറപ്പാ, നിത്യത ഉറപ്പാ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും നല്ല സൈനിട്ട് കിട്ടുന്നൊന്നും പ്രതീക്ഷിക്കരുത്. കർത്താവ് തരാൻ വിശ്വസ്തനാ, തരുന്നേ. കർത്താവ് നമ്മുടെ മുഖത്തേക്ക് ആദരിക്കാതിരിക്കുമോ? കർത്താവ് കൂടെ വരാതിരിക്കുമോ? സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനായ ദൈവമല്ലയോ നമ്മുടെ ദൈവം? കണ്ണുനീര് കാണാതിരിക്കുമോ? കൂടെ വരാതിരിക്കുമോ? വരുമെന്ന്. പക്ഷെ കൂടെ ഉണ്ടെന്ന് അനുഭവിക്കാനുള്ള വിശ്വസിക്കുന്ന മനസ്സ് നമുക്ക് വേണം. അതാണ് ഏറ്റവും അത്യാവശ്യം. അപ്പൻ കൂടെ വരും. ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ കൂടെ വരും, ഉറപ്പാ. പക്ഷെ അവൻ കൂടെ ഉണ്ടെന്ന് ഫീൽ ചെയ്യാനുള്ള അഭിഷേകം നമുക്ക് വേണം. എത്ര നമ്മൾ പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും ആരാധിച്ചാലും ഒക്കെ എവിടെ പോയതാ? പ്രാർത്ഥനയ്ക്ക് പോയതാ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു കേട്ടോ. എന്നിട്ടോ എന്ത് ചെയ്യാനാ? വീട്ടിലോട്ട് ചെല്ലുമ്പം പിന്നെ ഞാനൊന്നും പറയുന്നില്ല, ബാക്കി നിങ്ങൾ അവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ്. കറക്റ്റായിട്ട് നിങ്ങളങ്ങ് ഫില്ല് ചെയ്താൽ മതി എന്താ പിന്നെ പോകുന്ന വഴിക്ക് പറയുന്നതെന്ന്. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഇപ്പം നമ്മുടെ മുഖത്തിൻ്റെ മുഖപ്രസാദം അല്ലേ, മുഖപ്രസാദം. മുഖം കാണുമ്പം പറയണം, ഇന്ന് ആ പുള്ളിക്കാരി ശരിക്കും ആരാധിച്ച മട്ടുണ്ട്, ഇന്നവർ ശരിക്കും എന്തോ പ്രാപിച്ചുകൊണ്ടാണ് വരുന്നത്. നമ്മളിങ്ങോട്ട് വന്നതിനെക്കാട്ടിലും കേടായിട്ടാണ് തിരിച്ചു പോകുന്നത്. അത് അന്നേരം തന്നെ ഈ യേശുപ്പച്ചൻ്റെ അടുക്ക ചെന്ന് പിശാച് ഇങ്ങനെ ഞോണ്ടിയിട്ട് പറയും, നോക്കടാ 3.5 മണിക്കൂർ നിൻ്റെ അടുത്തിരുന്നിട്ട് പോകുന്ന കണ്ടോ, പറയുന്നത് കണ്ടോ, യോ നാണക്കേട് ഉണ്ടാക്കല്ലേ എൻ്റെ അപ്പന്. പ്രാർത്ഥിച്ചോണം, കർത്താവേ സന്തോഷമായിരിക്കാൻ ഒരു കൃപ എനിക്ക് തരണം, മുഖപ്രസാദത്തോടിരിക്കാൻ ഒരു കൃപ എനിക്ക് തരണം. എന്നെ കാണുന്നവർക്ക് യേശുവിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യണം. എന്നെ കാണുന്നവർക്ക് ദിവ്യപ്രസാദമുള്ള അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്, ആ പ്രസാദം മറ്റുള്ളവർക്ക് എന്നിലൂടെ മനസ്സിലാക്കുവാനുള്ള കൃപ എനിക്ക് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇതൊക്കെ ചോദിച്ചാൽ അപ്പ എടുത്തു തരും. വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നത് അതൊക്കെയാണ്. ചിലപ്പം അപ്പന് പ്രയാസമുണ്ടായിട്ടല്ല ഒന്ന് ശരിയായിട്ട് തരാമെന്ന് ഓർത്തിരിക്കുന്നതാണ്. ഇതൊക്കെ പെട്ടെന്ന് എടുത്ത് തരത്തില്ലയോ? പ്രൈസ്. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ രാത്രി ഉറങ്ങാതിരിക്കാനുള്ള കൃപ എനിക്ക് തരണം. നിങ്ങളാരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. രാത്രി ഉറങ്ങാതിരിക്കാനുള്ള കൃപ എനിക്ക് തരണം. 3 മണിക്കൂർ 3.5 മണിക്കൂർ 4 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാൻ എന്നെ അനുവദിക്കരുത്. എനിക്ക് നിങ്ങളുടെയൊക്കെ മുഖം കാണുമ്പോൾ ഒന്ന് നിർത്താമോ എന്നുള്ള ചോദ്യം പോലെ അത് ഫീൽ ചെയ്യുക. ആ സ്വർഗത്തിൽ പോകണമെങ്കിൽ മതി. രാത്രി മുഴുവൻ എന്താ പറയുന്നത്, മുക്കറയിട്ട് കിടന്ന് ഉറങ്ങിക്കിടക്കുമ്പോൾ തലമുറയെ പിശാച് വന്ന് അടിച്ചോണ്ട് പോവുകയും ചെയ്യും. നേരം വെളുത്ത് നെഞ്ചത്തിട്ട് കൈയിട്ട് അടിച്ച് അങ്ങനെയൊന്നും കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഉറങ്ങുമ്പോഴാണ് പൈശാചിക മണ്ഡലം ഉണരുന്നത്. നമ്മൾ ഉറങ്ങുമ്പോഴാണ് അവൻ നമ്മുടെ പലതിനെ നോട്ടമിടുന്നത്. നമ്മൾ ഉറങ്ങുമ്പോഴാണ്. തെളിവ് ഞാൻ പറയാം. ഈ ശലോമോൻ്റെ കാലത്ത് 2 സഹോദരിമാരുണ്ടായിരുന്നു. അവർ 2 പേരും കിടന്ന് ഉറങ്ങി. വൈകിട്ട് ഒരുത്തി ഉറക്കത്തിൻ്റെ മൂപ്പ് കൊണ്ട് കൊച്ചിൻ്റെ തെമ്മേകത്ത് കയറി കിടന്നു. കൊച്ചു കത്തുപോയി. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് കൊച്ചിനെ കിടന്ന് കടിപിടി വലിയായി. ഏറ്റവും ഒടുവിൽ ശലോമോൻ പറഞ്ഞു, വാള് കൊണ്ടുപോകാൻ വെട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് കൊച്ചിൻ്റെ യഥാർത്ഥ അമ്മ പറഞ്ഞു, അയ്യോ എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അവൾക്ക് കൊടുത്തേ, പക്ഷേ എൻ്റെ കുഞ്ഞിനെ കൊല്ലരുത്. ഇതെപ്പോഴാണ് സംഭവിച്ചേ? മിണ്ടുന്നില്ലല്ലോ നിങ്ങളാരും. എല്ലാവരും കണക്കാ. സഹോദരന്മാരും അതെ. സഹോദരിമാരെ പറഞ്ഞുകൊണ്ട് അവർ ചിരിക്കുന്നു അപ്പുറത്ത് മാറിയിരുന്നു. ദൈവമക്കളെ, ഞാനൊരു കാര്യം ഈ കാലഘട്ടത്തിൻ്റെ പോക്ക് വെച്ച് പോകുമ്പോൾ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. ഏത് സാഹചര്യത്തിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ ഒരു കരുത്ത് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാപിക്കണം. നമ്മുടെ ഉറക്കത്തിൽ പൈശാചികൻ വന്ന് നമ്മുടെ എന്തൊക്കെയാണ് അടിച്ചുകൊണ്ട് പോകുന്നത്, ഏതൊക്കെ നന്മയാ, തലമുറയാ, കുടുംബമാ, സമാധാനമാ, കുടുംബ ബന്ധങ്ങളാ അടിച്ചുകൊണ്ട് പോകുന്നത് പറയാനൊക്കത്തില്ല. എപ്പോഴും ഉണർന്നും പ്രാർത്ഥിച്ചു മിരിപ്പാനുള്ള കൃപ ഈ ദിവസങ്ങളിൽ നാം പ്രാപിക്കണം. പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. ഈ എൻ്റെ കർത്താവേ, കേരളത്തിൽ അലങ്ങേറുന്ന സംഭവങ്ങളെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് യൗവനക്കാരായിട്ടുള്ള മക്കൾ, സ്കൂളിൽ പഠിക്കുന്ന മക്കളുള്ള മാതാപിതാക്കളെയും ആ കുഞ്ഞുങ്ങളെയും കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്.
ഭയങ്കര സങ്കടമായി. എപ്പോഴാ എന്താ സംഭവിക്കുന്നേ എന്ന് പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലേക്ക് കാലം മാറ്റപ്പെട്ടിരിക്കുക. കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ ഇരുന്നുകൊണ്ട് നല്ല അംശം തിരഞ്ഞെടുത്തോണം, ആരും അപകരിക്കാത്തത് തിരഞ്ഞെടുത്തോണം, കുത്തിയിരുന്ന് മുട്ടുമേ പ്രാർത്ഥിച്ചോണം. ശത്രു ഒന്നിനെ അപകരിച്ചു കൊണ്ടുപോകുവാൻ അനുവദിക്കരുത്. എൻ്റെ ബലക്ഷയം കൊണ്ട്, എൻ്റെ ശക്തിക്കുറവ് കൊണ്ട്, എൻ്റെ കൃപയില്ലായ്മ കൊണ്ട്, എൻ്റെ പ്രാർത്ഥനക്കുറവ് കൊണ്ട്, എൻ്റെ ആരാധനക്കുറവ് കൊണ്ട്, എനിക്കെൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വന്ന വീഴ്ച കൊണ്ട് എൻ്റെ കുടുംബത്തിനകത്ത് ഒരു അനർത്ഥവും വരരുത് എന്ന് ചിന്തിക്കുവാൻ നാം തയ്യാറായാൽ നമ്മുടെ ഒന്നിനെയും പിശാച് അടിച്ചോണ്ട് പോകത്തില്ല. 3 ദിവസമായിട്ട് ഇവളെ കരയിപ്പിച്ച വിഷയമാണ്. 3 ദിവസമായിട്ട് കൂടെ കൂടെ എഴുന്നേറ്റ് കല്ലറയ്ക്ക് പോകും കരയാൻ. ഒത്തിരി കരയും, തിരിച്ചു വരും. ഈ 3 ദിവസം മറിയ എപ്പോഴൊക്കെ കല്ലറയ്ക്ക് പോയോ അപ്പോഴൊക്കെ ഈ യഹൂദന്മാരും കൂട്ടത്തിൽ പോയി. ഈ പ്രാവശ്യം അവൾ എഴുന്നേറ്റത് കല്ലറയ്ക്കൽ കരയാൻ പോകാനായിരുന്നു എന്ന് യഹൂദന്മാർ ചിന്തിച്ച ചിന്തയെ അത് വ്യക്തമാക്കിക്കൊണ്ട് മറിയ ഓടി അപ്പൻ്റെ അടുക്കൽ ചെന്നു. ഇരിക്കുന്നിടത്ത് നിന്ന് അവൾ എഴുന്നേറ്റു. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര ആരാധിച്ചാലും, എത്ര പ്രാർത്ഥിച്ചാലും, എത്ര സ്തുതിച്ചാലും, എത്ര വാക്തത്വം കേട്ടാലും, എത്ര വചനം കേട്ടാലും വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ നമ്മളിരിക്കുന്നേ. അങ്ങനെയല്ല കേട്ടോ. അപ്പൻ വന്നോ, നീ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേക്കണം. അപ്പൻ വന്നോ, നീ ആയിരിക്കുന്ന മേഖലയിൽ നിന്ന് എഴുന്നേക്കണം. ഏത് മേഖലയിലാണ് നീ ഇരിക്കുന്നത്? കരച്ചിലിൻ്റെ നടുവിലാണോ? അസാധ്യതകളുടെ നടുവിലാണോ? രോഗത്താൽ ബന്ധിക്കപ്പെട്ടാണോ? അതോ വർഷങ്ങളായി ഇങ്ങനെ എന്താ പറയുക, പാരമ്പര്യം പറഞ്ഞുകൊണ്ടാണോ? നിന്നെ ഞെരുക്കുന്ന അവസ്ഥയിലാണോ? ഇവിടെ വന്ന് ആത്മസാന്നിധ്യം പ്രാപിച്ച് ദൈവത്തിങ്കിൽ നിന്ന് മറുപടി ഏറ്റ് അപ്പൻ എൻ്റെ ഒപ്പമുണ്ടെന്നൊരു ഫീലിങ്സ് അകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ അല്ല ഇരിക്കേണ്ടത്, പിന്നെ കിടക്കേണ്ടത് കർത്താവിൻ്റെ കാലിലാ. കർത്താവിൻ്റെ കാൽപാദപീഠത്തെങ്കിൽ വീണ് കിടക്കാൻ തയ്യാറായാൽ ഒരു കാര്യം ഞാൻ സ്പഷ്ടവും വ്യക്തമായും പറയാ, ഒരു മനുഷ്യന് നിങ്ങളെ പരാജയപ്പെടുത്തില്ല. അപ്പൻ്റെ കാലെ വീണ് കിടന്നാൽ ഒരു വ്യക്തിക്ക് നിന്നെ പരാജയപ്പെടുത്താൻ പറ്റില്ല, ഒരു ശക്തിക്ക് നിന്നെ പരാജയപ്പെടുത്താൻ പറ്റില്ല. കാരണം എൻ്റെ നാഥൻ നിനക്ക് ചുറ്റും പട്ടാളമായി. പട്ടാളമായി ഇറങ്ങാന്ന് പറഞ്ഞാൽ ചുമ്മാ ഫോർമാലിറ്റിക്ക് പറഞ്ഞു വിടുവൊന്നും അല്ല കേട്ടോ. അപ്പൻ ഇറങ്ങിയിരിക്കും. പക്ഷെ നമ്മളിപ്പോഴും, നിങ്ങൾ തന്നെ നിങ്ങളെ ചിന്തിച്ചാൽ മതി. 3-ാമത്തെ ദിവസമാണല്ലോ, നമുക്കൊന്ന് ചിന്തിച്ച് പോകാം. നിങ്ങൾ തന്നെ നിങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ. ഇത്രയും നാൾ പറഞ്ഞ സാക്ഷ്യം തന്നെയല്ലേ പിന്നെയും പറയുന്നേ? ഇത്രയും നാളും എന്താണോ നമ്മൾ ഉരിയാടിക്കൊണ്ടിരുന്നത് തന്നെയല്ലേ ഇപ്പോഴും പറയുന്നേ? നമ്മുടെ ഭാഷയ്ക്ക് മാറ്റം വന്നിട്ടുണ്ടോ? നമ്മുടെ ആരാധന ലെവലിന് മാറ്റം വന്നിട്ടുണ്ടോ? ദൈവത്തോടുള്ള സമീപനത്തിന് മാറ്റം വന്നിട്ടുണ്ടോ? ദൈവത്തോടുള്ള സ്നേഹത്തിന് മാറ്റം വന്നിട്ടുണ്ടോ? അപ്പനുമായൊരു അഭേദ്യമായ ബന്ധത്തിൽ വന്നിട്ടുണ്ടോ? ഏത് സമയത്തും അപ്പ എനിക്ക് അങ്ങ് വേണം എന്ന് പറയുന്ന ഒരു ഇൻറ്റിമസിയിലേക്ക് വന്നിട്ടുണ്ടോ? സമയം ഒത്തിരി അതിക്രമിച്ചു. അപ്പനോട് തുറന്നു പറയണം, മറ്റൊന്നുമില്ലെങ്കിലും, മറ്റൊന്നുമില്ലെങ്കിലും എൻ്റെ അപ്പ എൻ്റെ കൂടെ വേണം. ദൈവമക്കളെ, ചില പർട്ടിക്കുലറായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ പല സ്ഥലത്തു നിന്നും അവഗണിക്കപ്പെട്ടിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവർ പലരും എന്നെ ബാധ്യതയെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ പല പ്രധാന വിഷയങ്ങളുണ്ട്. അപ്പോഴെല്ലാം ആ കാലിലോട്ട് ചെന്നങ്ങ് കെട്ടിപ്പിടിക്കും. ഞാൻ സമ്മതിക്കാം. അപ്പനുമായിട്ടുള്ള ബന്ധത്തിലും അപ്പനോടുള്ള എൻ്റെ വിശ്വാസത്തിലും ചില സമയത്ത് പൊട്ടിയെ പോലെ ഞാൻ ചെയ്യുന്നേ. ഈ ബൈബിള് അടച്ച് നെഞ്ചത്തോട്ട് വയ്ക്കും. എന്നിട്ട് ഞാൻ പറയും, ഞാൻ അങ്ങയുടെ കാലെ കെട്ടിപ്പിടിച്ചേക്കുക, ഇന്ന് രാത്രി എൻ്റെ അടുത്തൊന്ന് ഇറങ്ങി വരണം. ഇന്ന് രാത്രി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി, കണ്ണൊന്ന് നനഞ്ഞിട്ട് എത്ര നാളായി. മാർത്ത പറഞ്ഞതുപോലെ, കർത്താവേ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം, ഇന്ന് ഞങ്ങളുടെ കൂടെ വരണം, എൻ്റെ മോന്, എൻ്റെ മോള്. ഇങ്ങനല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നേ? എൻ്റെ അപ്പ, അങ്ങേ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ലോകത്ത് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. എൻ്റെ അപ്പയുടെ സ്നേഹമാണ് എനിക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞ് ആ കാലയിലൊന്ന് താഴ്മയോടെ കെട്ടിപ്പിടിക്കാൻ, ആ കാലയിലൊന്ന് വീണ് കിടക്കാൻ നമുക്ക് എത്ര പേർക്ക് കഴിയുന്നുണ്ട്? പ്രിയമുള്ളവരെ, എത്ര പേർക്ക് കഴിയുന്നുണ്ട്?
ഞാൻ ഒരു കാര്യം വ്യക്തമായും സ്പഷ്ടമായും പറയാം, നിത്യതയിൽ പോണോ പ്രാണപ്രിയനുമായ ഒരു അഭേദ്യമായ ബന്ധം വേണം. നമ്മുടെ മാൻ പവറോ മണി പവറോ മസിൽ പവറോ നിത്യതയിൽ കൊണ്ട് എത്തിക്കത്തില്ല. അവൻ നമ്മുടെ പാപങ്ങളെ തൻ്റെ മുമ്പിലും നമ്മുടെ അകൃത്യങ്ങളെ അവൻ്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നെന്നാണ് പറയുന്നത്. കർത്താവിനെ ഒളിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കർത്താവിനെ കൂടാതെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. കർത്താവിനെ ഒളിച്ച് നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഈ മൂന്നാമത്തെ പകൽ നമുക്കൊന്ന് മടങ്ങി വന്നിട്ട് പറയാം, അപ്പാ ഞാൻ ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്കൊന്ന് അടുത്ത് വരികയാണ്. എനിക്ക് എൻ്റെ അപ്പനുമായി ഒരു അഭേദ്യമായ ബന്ധം ആവശ്യമുണ്ട്. പക്ഷേ ഇതുവരെ അതിനുള്ള മനസ്സോ അതിനുള്ള താല്പര്യവും എൻ്റെ അകത്തളത്തിൽ വന്നിട്ടില്ല. ഞാൻ എന്തൊക്കെയാണെന്നൊരു ഭാവം എന്നെ ഭരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി, എൻ്റെ അപ്പയില്ലെങ്കിൽ എനിക്കൊന്നും പറ്റത്തില്ലെന്ന്. ഒന്ന് കണ്ണുകളടച്ചൊന്ന് റിക്വസ്റ്റ് ചെയ്തേ. ഇന്ന് ഞാൻ പോകുമ്പോൾ ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് പോലെ, ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നത് പോലെ, എൻ്റെ പപ്പ എൻ്റെ കൂടെ ഒന്ന് വരാമോ? എൻ്റെ കൂടെ ഒന്ന് വരാമോ? കർത്താവ് കൂടെ വന്നാൽ പ്രിയമുള്ളവരെ, ഇതുവരെ നടക്കത്തില്ലെന്ന് പറഞ്ഞ ചിലത് നിൻ്റെ ജീവിതത്തിൽ നടക്കും. അപ്പൻ നിൻ്റെ കൂടെ വന്നാൽ ഇതുവരെ പറ്റത്തില്ലെന്ന് പറഞ്ഞ ചിലത് നിൻ്റെ ജീവിതത്തിൽ സാധിക്കും. അപ്പൻ നിൻ്റെ കൂടെ വന്നാൽ ഒരിക്കലും തുറക്കത്തില്ലെന്ന് പറഞ്ഞ് അടഞ്ഞുപോയ ചില വഴികൾ ദൈവം നിൻ്റെ മുമ്പിൽ തുറക്കും. ഒരിക്കലും സാധ്യമാകത്തില്ലെന്ന് പറഞ്ഞ ചില മെഡിക്കൽ സയൻസിൻ്റെ രേഖകൾ അപ്പൻ നിൻ്റെ കൂടെ വന്നാൽ തിരുത്തി എഴുതപ്പെടും. ആരും പറയണ്ട, ആരുടെ റെക്കമെൻഡേഷൻ വേണ്ട. അപ്പനൊപ്പമുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് പ്രാഗൽഭ്യത്തോടെ ഈ ആലയത്തിന്റെ നടുവിൽ നിന്ന് വിളിച്ചു പറയാൻ എനിക്ക് തൻ്റെ ഇടം ദൈവമുണ്ട്. മറിയ ഇരുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റു, കർത്താവിൻ്റെ കാലിൽ വീണു. ഇന്ന് പകൽ നമുക്കും ഒന്ന് എഴുന്നേക്കാം. 30 വർഷമായിട്ടുള്ള ആത്മീയ ജീവിതം, 25 വർഷമായിട്ടുള്ള അനുഭവ സമ്പത്ത്, അല്ല, ഇതെല്ലാം മാറ്റിവെച്ചിട്ട് പറ, പപ്പായേ ഞാൻ ഈ അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് ഇനി അങ്ങയുടെ കാലിലാണ് പിടിക്കാൻ പോകുന്നത്. ഞാൻ എത്ര രാത്രി, എനിക്കിന്ന് ചിന്തിക്കാൻ വയ്യ കേട്ടോ. ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ, ഒരിക്കലും മറുപടി കിട്ടാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങൾ. ഇന്നും എനിക്ക് അത്ഭുതമാണ് എൻ്റെ പ്രാണപ്രിയൻ ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെ ചെയ്തേന്ന്. പക്ഷേ എനിക്ക് തൻ്റെ ഇടമുണ്ട്. ഞാൻ രാത്രി മുഴുവനും അവൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടക്കും. എത്ര പേർക്ക് തീരുമാനമെടുക്കാൻ പറ്റും? എൻ്റെ അപ്പയുടെ കാലിൽ ഞാൻ ഇന്നു മുതൽ, ഈ സെക്കൻഡ് മുതൽ ആ കാലിലാണ് കെട്ടിപ്പിടിക്കുന്നതെങ്കിൽ വേറെ ഒരു കാലിലും വീഴേണ്ട വരത്തില്ല. അവൻ്റെ മുമ്പിൽ ആ കൈകളെ മലർത്തുന്നതെങ്കിൽ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കൈ നീട്ടാൻ ഇട വരത്തില്ല. അവൻ്റെ കണ്ണിലേക്കാണ് നീ നോക്കുന്നതെങ്കിൽ ദയക്ക് വേണ്ടി മറ്റൊരു കണ്ണിലേക്ക് നീ നോക്കേണ്ട വരത്തില്ല. റബാജന ശംദന രഗൽക്കനക രഗതനകടകസി, നിന്നെ അഭിമാനത്തോടെ നിർത്തുന്ന ദൈവം, ലജ്ജിക്കാൻ ഇടവരുത്താത്ത ദൈവം, തോളിൽ ചുമക്കുന്ന ദൈവം, ആരുമില്ലെന്ന് തോന്നുമ്പോൾ മുറിവേറ്റ നെഞ്ചിലെ സ്നേഹം പകർന്നു തരുന്ന ദൈവം ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ യേശു നമ്മൾ ചുമക്കുന്ന ദൈവമല്ല, നമ്മളെ ചുമക്കുന്ന ദൈവമാണ്. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചേ. അനേകരും അവരുടെ ദൈവങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ, അനേകരും അവരുടെ ദൈവങ്ങളെ ഒന്ന് ബാലൻസ് തെറ്റിയാൽ താഴെ പോകുന്ന രീതിയിൽ അവരവരുടെ ദൈവങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ, നമ്മൾ ചുമക്കുന്ന ദൈവത്തെയല്ല, നമ്മളെ ചുമക്കുന്ന ദൈവം, നരച്ചാലും ചുമക്കാമെന്ന് പറഞ്ഞ ദൈവം, വാർദ്ധക്യവും നരിയുമുള്ള കാലത്തും തള്ളിക്കളയത്തില്ലെന്ന് പറഞ്ഞ ദൈവം, ശമന രഗാന ഘടക ശബ്ദൽ പ്രബലകരകഥന ഘടക അർത്ഥമാ രഗാന ഘടകസ്യ, ആ സാന്നിധ്യം ഇന്ന് പകലത്തിന് നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. രവന ജഗന രഗത അന്തന രഗൽക്കന, നീ ചുമക്കുന്ന ദൈവമല്ല എൻ്റെ ദൈവം, നിന്നെ ചുമക്കുന്ന ദൈവമാ. നിന്റെ ഏതവസ്ഥയിലും ഇറങ്ങി വരുന്ന ദൈവം, ഏതവസ്ഥയിലും നിന്റെ കരം പിടിക്കാമെന്ന് പറഞ്ഞ കർത്താവ്, ആ സാന്നിധ്യം ഇതിനകത്ത് ഇന്ന് പകൽ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് അത് അനുഭവിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിന്റെ പ്രവർത്തിക്കുന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും എന്ന് എഴുന്നേറ്റ് പ്രാണപ്രിയൻ്റെ കാലിലോട്ടൊന്ന് വീണാൽ, ഹല്ലേലൂയ. പിന്നെ ചോദ്യവും പറച്ചിലും ഒന്നുമില്ല, ആക്ഷനാ. ശമരഗ ജനാഥന രമൽക്കന ജഗാന ഘടകസി
കാലിൽ വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവം, അവൻ്റെ കാലിൽ വീണ് കിടന്നവരെ കരയുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവം. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിൻ്റെ ആഴം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പാ, നീ മതി എനിക്ക്, നീ മതി എനിക്ക്, നീ മതി എനിക്ക്. എന്നെ നിത്യത വരെ കൊണ്ടെത്തിക്കാൻ, എന്നെ നിത്യത വരെ കൊണ്ടെത്തിക്കാൻ, എന്നെ അപ്പൻ്റെ പൊന്നുമുഖത്തിൻ്റെ ആ ശോഭ കാണുന്ന ദിനം വരെ, ആ പരിപൂർണമായ ശോഭ അനുഭവിക്കുന്ന ദിനം വരെ എന്നെ കൊണ്ടെത്തിക്കാൻ. ഉള്ളുരുകി പ്രാർത്ഥിക്കണം കേട്ടോ, ഉള്ളുരി പ്രാർത്ഥിക്കണം. കാഹളത്തിൻ്റെ ശബ്ദം കർണപുടങ്ങളിൽ പതിക്കാൻ സമയമായി. ഇതുവരെ പറഞ്ഞതുപോലെയല്ല ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നത്. എൻ്റെ പ്രാണപ്രിയൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ പ്രവചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വചനം ഞാൻ ഉദ്ധരിച്ച് പറയാം. വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ ഇനിയും തന്നെ തന്നെ നീതീകരിക്കട്ടെ, അഴുക്കാടുന്നവൻ ഇനി അഴുക്കാടിക്കോട്ടെ. പക്ഷേ വേഗം വരുന്നൊരു കർത്താവുണ്ട്. ഇന്ന് പകൽ അവനെയാണ് ലക്ഷ്യമെങ്കിൽ ബാക്കി എല്ലാം മാറ്റിവെച്ചിട്ട് പറ, എനിക്ക് അത് മതി, എനിക്ക് യേശു മതി. മറിയ കൂടിയിരുന്ന ചുറ്റും വട്ടത്തി ഇരുന്ന യഹൂദന്മാരുടെ നടുവിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എൻ്റെ ഭാഷയിൽ പറഞ്ഞ അവൾ കരച്ചിലിൻ്റെ നടുവിൽ നിന്ന് എഴുന്നേറ്റെന്ന് വേണം പറയാൻ. മറ്റൊരു ഭാഷ പറഞ്ഞ അവൻ അസാധ്യതകളെ നോക്കി ഇതുവരെ കരഞ്ഞു, അതിൻ്റെ നടുവിൽ നിന്ന് വിശ്വാസത്തോടെ എഴുന്നേറ്റു. ഇന്ന് പകൽ അവിശ്വാസത്തിൻ്റെ ദുഷ്ടകൃതയം മാറ്റി അവിശ്വാസത്തിൻ്റെ കണികകളെ മാറ്റാനുള്ള അപേക്ഷയോടെ വിശ്വാസത്തിൽ ഞാൻ എന്നും എഴുന്നേൽക്കും, വിശ്വാസത്തിൽ ഞാൻ എന്നും നിൽക്കും, വിശ്വാസത്തിൽ ഇന്ന് ഞാൻ ചിലതിനെ പിടിക്കും, വിശ്വാസത്തിൽ ഇന്ന് ഞാൻ ചിലതിനെ നേടും. എൻ്റെ അവിശ്വാസം ഞാനിന്ന് പറിച്ചെറിയുകയാ. ഇനി അവിശ്വാസത്തിൻ്റെ വാക്കുകൾ ഞാൻ പറയുകയില്ല, അവിശ്വാസത്തിൻ്റെ വാക്കുകൾ ഞാൻ ഉച്ചരിക്കുകയില്ല. എനിക്ക് വിശ്വാസത്തിൻ്റെ വാക്കുകൾ മതി. കാരണം എൻ്റെ നാവിന്മേൽ അധികാരമുണ്ട്. എന്നെയും എൻ്റെ മക്കളെയും നോക്കി ചലഞ്ച് ചെയ്ത പലരോടും ഞാൻ എൻ്റെ വാ തുറന്ന് പറയും, ഒന്നുമില്ല കേട്ടോ, മൊത്തം ശൂന്യതയാണ്. ഒരു സാധ്യതയില്ല, ഒരു സാധ്യതയും, ശൂന്യത മാത്രം. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. ഇന്ന് എന്നെ സ്നേഹിക്കുന്ന പലരും എന്നോട് പറയാറുണ്ട്, അന്ന് ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ, അന്ന് ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടാൻ പറ്റിയില്ലല്ലോ. കാരണം ഇത്രയും പ്രതിസന്ധിയിലൂടെ കൂടെ കടന്നു വന്നതിൻ്റെ ഇടയിൽ ഒന്ന് കൈത്താങ്ങൽ തരാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ. ആരെയും കർത്താവ് അടുപ്പിക്കാഞ്ഞതാ, ആരെയും കർത്താവ് അടുപ്പിക്കാഞ്ഞതാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൻ്റെ മഹത്വം അവനാർക്കും. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്ന വാക്കുകളുടെ അവരുടെയൊക്കെ പേര് പറയേണ്ട വരത്തില്ലായിരുന്നോ? ഇല്ലയോ? അത് വരാതിരിക്കാൻ എൻ്റെ അപ്പ പറഞ്ഞു, ആരും അവളുടെ അടുക്ക പോകണ്ടെന്ന് പറഞ്ഞു. ആരും അവളുടെ അടുക്കൽ. മറിയയുടെ ചുറ്റും യഹൂദന്മാരുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ ചുറ്റും ആരുമില്ലായിരുന്നു. ചില സമയങ്ങളിൽ നമ്മളെ ഒറ്റക്കാക്കുന്നതിൻ്റെ പിന്നിൽ അപ്പയ്ക്ക് ഭയങ്കര പദ്ധതിയാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, എൻ്റെ കൈ പിടിക്കാൻ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല, ചേർത്ത് പിടിക്കാൻ ആരുമില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴേ, അങ്ങനെ ആക്കുന്നതിൻ്റെ പിന്നിൽ എൻ്റെ പപ്പയ്ക്കൊരു ഉദ്ദേശമുണ്ട്. അല്ലെങ്കിൽ അത്ര പോരെന്ന് എനിക്ക് മനസ്സിലായി, പിന്നെ ഞാൻ പറയുന്നില്ല ഒന്നും. അല്ലെങ്കിൽ അത്ര പോരാ, കാരണം താങ്ങാൻ പറ്റത്തില്ലെന്നല്ലേ അല്ലലിയുടെ അർത്ഥം. പിന്നെ എന്നല്ലേ അതിൻ്റെ അർത്ഥം? അത് അനുഭവിക്കുമ്പോഴേ അറിയത്തുള്ളൂ, അതനുഭവിക്കുമ്പോഴേ അറിയത്തുള്ളൂ. ഇപ്പോഴോ അയ്യോ, എൻ്റെ അപ്പ എന്നെ കൊണ്ടുപോകുന്ന വിധങ്ങൾ. അച്ഛാ, ഒരു ദിവസം വീട്ടിൽ ഇരിക്കാൻ നേരം എൻ്റെ മോള് പറഞ്ഞു, എൻ്റെ മമ്മിയെ കിട്ടണമെങ്കിൽ ഇനി വേറെ എവിടെയെങ്കിലും നോക്കേണ്ട വരുമെന്ന് പറഞ്ഞു. എൻ്റെ ആഗ്രഹവും അതാ. ഈ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഈ ലോകം വിട്ട് വിട പറഞ്ഞ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വി എ തമ്പി പറയും, നീ ഇരുന്ന് തുരുമ്പിച്ച് തീരാതെ തേഞ്ഞങ്ങോട്ട് തീരും. ഈ അപ്പൻ്റെ നാമത്തെ പ്രതി ഇരുന്ന് തുരുമ്പിക്കാതെ. നിങ്ങളുടെ കർത്താവിൻ്റെ ദാസൻ ഒരു ദിവസം പോലും വീട്ടിലിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു ദിവസം പോലും. ഈ പ്രായത്തിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒരു ദിവസം പോലും വീട്ടിലിരിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.
അയ്യോ അങ്ങനെയെങ്കിലും ഞാനൊക്കെ പറന്ന് നടക്കണം. അല്ല മനസ്സിലാകുന്നുണ്ടോ? 10:30 പ്രാർത്ഥന വെച്ചാൽ 11 മണിക്ക് നമ്മൾ വരത്തുള്ളൂ. അപ്പോഴാ തേഞ്ഞു തീരാൻ പോകുന്നേ. പ്രിയമുള്ളവരെ, കർത്താവിനെ സ്നേഹിച്ചാൽ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം. കർത്താവിനെ ആരാധിച്ചാൽ പൂർണ്ണ ശക്തിയോടെ ആരാധിക്കണം. കർത്താവിനെ സ്തുതിച്ചാൽ മുഴുബലത്തോടെ സ്തുതിക്കണം. മുഴുബലത്തോടെ സ്തുതിക്കണം. കരമുയർത്തി സ്തുതിക്കാമെന്ന് പറഞ്ഞാൽ ചർച്ച് ബിൽഡിംഗ് കിളിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 10 ഹല്ലേലൂയ പറയുമ്പോൾ എല്ലാ കെട്ടും പൂട്ടും. പണ്ടൊക്കെ ഞങ്ങൾ ഹൈറേഞ്ചുകാരാണ്, ഇടുക്കിക്കാരാണ്. ഞങ്ങളുടെയൊക്കെ ചർച്ച് ചാണകം മെഴുകിയ തറയായിരുന്നു. അച്ഛാ, അമ്മച്ചിക്കറിയാം ഒരു മനുഷ്യൻ്റെ പേര് ചിന്നസ്വാമി എന്ന മറ്റോ ഒരു അച്ചായൻ്റെ പേര്. പാസ്റ്ററെ, അദ്ദേഹം ഇരുന്ന് ആരാധിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ മുട്ടിൻ്റെ 2 മുട്ടിൻ്റെ ഭാഗം കുഴിഞ്ഞുക. മനസ്സിലായോ? അദ്ദേഹം ജമ്പ് ചെയ്ത് ആരാധിക്കുമ്പോൾ ഇരുന്നുകൊണ്ട് ഈ മുട്ട് വന്ന് ഇടിച്ചിടിച്ച് ആ ചർച്ചിൻ്റെ ആ 2 ഭാഗം കുഴിക ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളോ? നിങ്ങളെ ഞാൻ കുറ്റം പറയല്ല, ചൂടല്ലേ. ആരാധിച്ച വിടുതൽ ഉറപ്പെന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. എൻ്റെ നട്ടലിൻ്റെ L3, L4, L5 എന്ന് പറഞ്ഞ അസ്ഥികൾ നുറുങ്ങി പൊടിഞ്ഞ് ലക്ഷോറിലെ ഡോക്ടർമാർ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഈ വണ്ടി അധികം ഓടത്തില്ലെന്ന് പറഞ്ഞു. വലത് സൈഡ് ഫുള്ള് പാരലിസായി 2 കൈയും കൊണ്ട് ഈ കാല് ഞാനിങ്ങനെ പൊക്കി വെച്ചുകൊണ്ട് നടന്നത്. അപ്പോഴും എവിടെ മീറ്റിങ്ങിന് പോയാലും ഞാൻ നിന്ന് ആരാധിക്കും. എനിക്ക് ഇരിക്കാനേ പ്രയാസമുള്ളൂ, നിൽക്കുന്നതിന് ഒരു പ്രയാസവുമില്ല. ജമ്പ് ചെയ്ത് ആരാധിക്കുമായിരുന്നു, ജമ്പ് ചെയ്ത് തുള്ളി മറിഞ്ഞ് ആരാധിക്കുമായിരുന്നു. ആ ആരാധനയുടെ അനന്തര ഫലം എന്നറിയാം, വിത്തൗട്ട് എനി ട്രീറ്റ്മെൻറ്റ് എൻ്റെ എല്ലുകളെ കർത്താവ് പുതുക്കി പണിതോ, എൻ്റെ അസ്ഥികൾക്ക് ദൈവം ബലം തന്നോ എന്ന് ഞാനിങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ആരാധിച്ചും കൊണ്ടും ചാടി മറിഞ്ഞ് നിൽക്കുന്നെങ്കിൽ അത് മനുഷ്യൻ്റെ കരവിരുതല്ല, മെഡിക്കൽ സയൻസിൻ്റെ കരുത്തല്ല, അലോപ്പതിയുടെയും ആയുർവേദത്തിൻ്റെയും ട്രീറ്റ്മെൻറ്റിൻ്റെ പകിട്ടല്ല, ഉയരത്തിൽ നിന്ന് എൻ്റെ അപ്പൻ്റെ ശക്തിയാണ്. ചില മേഖലകളിൽ ദൈവത്തിന്റെ സൗഖ്യം ഇന്ന് അയക്കുകയാണ് കേട്ടോ. നീ ഒന്ന് വിട്ടുകൊടുത്ത് ആരാധിക്കാൻ തയ്യാറായ, നീ ഒന്ന് വിട്ടുകൊടുത്ത് സ്തുതിക്കാൻ തയ്യാറായ, കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ തയ്യാറായ, നാളുകളായി നിന്നെ ബന്ധിച്ച ചില മണ്ഡലങ്ങൾ ഇന്ന് പകൽ പൊട്ടുന്ന പകലാ. അസാധാരണമായ ഒരു ദൈവപകർച്ച, അസാധാരണമായ ഒരു ഹീലിംഗ്, അസാധാരണമായ ഒരു സൗഖ്യത്തിന്റെ കരം ചില മേഖലകളിൽ വ്യാപരിക്കുന്നത് ആത്മാവിനെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. പ്രതികരിക്കുക ദൈവമക്കളെ, ഏറ്റെടുക്കുക, സൗഖ്യം ഏറ്റെടുക്കുക, വിടുതൽ ഏറ്റെടുക്കുക. കെട്ടുകളിൽ അഴിഞ്ഞു മാറട്ടെ, ഫ്രീ ആവട്ടെ, ആത്മാവിലൊരു കുതിപ്പ് നടക്കട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. ആള് മാറിയവളെ പോലെ, ആള് മാറിയവനെ പോലെ. ഓ ശബല ജഗന രഗാരഗ ശന്ദരേ. യെസ്. ചില മണ്ഡലങ്ങൾ ദൈവത്തിന്റെ കരം വെക്കുകയാ, ചില പൈശാചിക മണ്ഡലങ്ങൾ പൊട്ടുകയാ. നാളുകളായി നിന്നെ ഒതുക്കിയ, നാളുകളായി നിന്നെ പിടിച്ചു വെച്ച, നാളുകളായി നിന്നെ എഴുന്നേൽക്കാൻ അനുവദിക്കാതെ ഇരുത്തിക്കളഞ്ഞ ഓ ശബൽ കനാജ നിർജീവമായി കിടന്ന ചില മേഖലയിൽ വിശ്വാസത്തോടെ നീ എഴുന്നേറ്റപ്പോ ദൈവത്തിന്റെ പ്രവൃത്തി നടന്നെങ്കിൽ ഇന്ന് പകലത് നടക്കുകയാ. സൗഖ്യത്തിന്റെ കരം വ്യാപരിക്കട്ടെ, സൗഖ്യത്തിന്റെ കരം വ്യാപരിക്കട്ടെ. അസ്ഥികളിൽ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ, അസ്ഥികളിൽ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ദൂരാചാരഗദാനഗധാര വൈഡഗജാരഗദാനഗധാര ധീരം ജാനഗധാരഗദാന ശംദരവേദുന വൈഡമരഗനഗരഗസ്. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞൊരു ദൂത് ഞാൻ നിങ്ങളോട് പറയാം. എന്നെ കാണിച്ച ഒരു കാഴ്ച ഞാൻ പറയാം. നിന്നെ ഇരുത്തിക്കളയാൻ, നീ കിടക്ക് വിട്ട് എഴുന്നേൽക്കാതെ,
നിന്നെ ഇരുത്തി കളയാൻ വെല്ലുവിളിച്ചുകൊണ്ട് ചില നാളുകളെ നിന്നെ പിടിച്ചു വച്ചിരിക്കുന്ന ചില അസ്ഥിരോഗങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ആകുക. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുക. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഒരു അസാധാരണ ശക്തി. ധൂരാമാന വൈഡാമാന രീബലബൗഡ വേദകരന്തേ ജീവലഘടക ശാതകരഗതേ അന്തർജാര ദൂരപരന്ത വേദകരഗത അസ്തൽജാന ദീപൽഘടക ദൂരം ജാന. ഓ ഹോരഗജനാശനാരമസിഖാനാര നിർജീവമായി കിടന്നതാ, സാധ്യതയില്ലെന്ന് പറഞ്ഞതാ. പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നു, ഓ 4th സ്റ്റേജായി, ഇനി നടക്കത്തില്ലെന്ന്. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുക, നീ ഒന്ന് വിശ്വാസത്തോടെ എഴുന്നേൽക്ക്. ഓ സകലതും ചെയ്യാൻ കരുത്തുള്ളവന്റെ കാലയിലൊന്ന് വീഴ്. അസാധ്യങ്ങൾ ഇന്ന് സാധ്യമാകാൻ പോകുക. നിന്റെ റിപ്പോർട്ട് ദൈവം കീറിക്കളഞ്ഞിട്ട്, ഓ റിപ്പോർട്ട് ദൈവം കീറിക്കളയും ഇന്ന് പകൽ. ഓ ശരബലഗതരഘടകസി ചില മേഖലകളിൽ ദൈവത്തിന്റെ സൗഖ്യം ഇറങ്ങുകയാ. അപ്പൻ കൈവെക്കുകയാ ചില മേഖലകളില്. അപ്പന്റെ കരസ്പർശം ഇന്ന് പകൽ ചിലരുടെ മേൽ വയ്ക്കുന്നത്. ഓ രഗനഗരഗതനഘടകശാന്തന. പ്രൈസ് ദി ലോർഡ്. കരച്ചിലിൻ്റെ അനുഭവത്തിൽ നിന്ന് നീ ഒന്ന് എഴുന്നേറ്റ് നിർജീവമായി കിടക്കുന്ന മേഖലകളെ നോക്കി കരയാതെ എഴുന്നേറ്റ് കർത്താവിൻ്റെ കാലിലൊന്ന് വീഴ്. അവൻ ഇതുവരെ നിന്നെ കരയിപ്പിച്ചതിനെ നിന്റെ കയ്യിലോട്ട് തരും. ഇതുവരെ നിന്നെ കരയിപ്പിച്ചതുണ്ടല്ലോ, ഇതുവരെ കരയിപ്പിച്ച വിഷയങ്ങളുണ്ടല്ലോ, ഇതുവരെ കരയിപ്പിച്ച മേഖലകളുണ്ടല്ലോ, ഇതുവരെ കരയിപ്പിച്ച സങ്കടങ്ങളുണ്ടല്ലോ, ഇതുവരെ കരയിപ്പിച്ച റിപ്പോർട്ടുകളുണ്ടല്ലോ, ഇതുവരെ കരയിപ്പിച്ച വേദനകളുണ്ടല്ലോ, അത് നിന്റെ കയ്യിലോട്ട് മറുപടിയായി സ്വർഗം ഇന്ന് തരുന്ന പകലാണെന്ന് ദൂത് പറയുമ്പോൾ ആത്മാവിൽ നിന്നെ റിസീവ് ചെയ്യുക കഴിവുള്ള തൻ്റെ ഇടമുള്ള ദൈവമക്കൾ. ദൈവത്തിന്റെ കരം പ്രവർത്തിക്കട്ടെ. ദൈവത്തിന്റെ കരം ചലിച്ചു തുടങ്ങുകയാ. ദൈവകരം ചലിച്ചു തുടങ്ങുകയാ. നീ ഇന്ന് പകൽ വന്നത് വെറുതെയല്ല. നീ ഇന്ന് മടങ്ങി പോകുന്നത് വെറുതെയാവില്ല. ചിലത് കയ്യിൽ പിടിച്ചുകൊണ്ട് നാളിതുവരെ നിന്നെ പരാജയപ്പെടുത്തിയ, നാളിതുവരെ നിന്നെ സങ്കടപ്പെടുത്തിയ ചിലതിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ദൂത് പറയാൻ പറഞ്ഞത് ഞാൻ കൈമാറുകയാണ്. ഇതുവരെ നിന്നെ കരയിപ്പിച്ചത് എന്തോ, ഇതുവരെ നിനക്ക് തരത്തില്ലെന്ന് പറഞ്ഞത് എന്തോ, എനിക്കിത് കിട്ടത്തില്ലെന്ന് നിന്റെ ഹൃദയം തന്നെ വിധി എഴുതി തള്ളിയത്, നീ കൈ പിടിച്ചോണ്ടേ ആലയം വിട്ട് ഇറങ്ങത്തുള്ളൂ. നീ കൈ പിടിച്ചോണ്ടേ ആലയം വിട്ട് ഇറങ്ങത്തുള്ളൂ. വിശ്വാസത്തോടെ ശക്തിയോടെ ദൂത് പറഞ്ഞ പരിശുദ്ധാത്മാവിനോട് ഇന്ന് പകലൊന്ന് പ്രതികരിക്കാൻ തയ്യാറായ ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത വിശ്വസ്തനായ ദൈവത്തെ സാക്ഷി നിർത്തി ദൈവം പറഞ്ഞ ദൂത് കൈമാറുകയാ. നീ വെറുതെ പോവില്ല. യെസ്, ഹല്ലേലൂയ. ദൈവമക്കളെ, അപ്പൻ എന്നോട് പറഞ്ഞത്, ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നീ ഒന്ന് എഴുന്നേറ്റ് അപ്പൻ്റെ കാലിലൊന്ന് വീണാൽ ഇതുവരെ നിനക്ക് തരത്തില്ലെന്ന് പറഞ്ഞതിനെ ദൈവം നിനക്ക് തരും. നീ വന്നതുപോലെ എല്ലാ മടങ്ങിപ്പോകുന്നത് ഇതുവരെ നിന്നെ കരയിപ്പിച്ച വിഷയത്തിന് മറുപടിയുമായിട്ടേ പോകത്തുള്ളൂ. വിശ്വാസത്തോടെ കരമുയർത്തി ശക്തിയോടെ കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യാൻ വിശ്വസ്തനാണ്. വേറെ കർത്താവിൻ്റെ കാലിൽ വീണ് കിടന്ന, യഹോവയുടെ കാലിൽ വീണ് കിടന്ന 1-2 വ്യക്തികളെ ഞാൻ പരിചയപ്പെടുത്തി പോകാം. വായിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 18-1-2 ആയപ്പോൾ അബ്രഹാം കൂടാരവാതിൽക്കൽ ഇരിക്കുകയാണ്. അപ്പം 3 പുരുഷന്മാർ
അബ്രഹാമിൻ്റെ അടുക്കൽ വന്നു. അതിലൊന്ന് യഹോവ എന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. 3 പുരുഷന്മാർ അബ്രഹാമിൻ്റെ അടുക്കൽ വന്നു. അബ്രഹാം വെളിയിലിരിക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹം 99 വയസ്സുള്ള മനുഷ്യൻ എഴുന്നേറ്റ് നിലം വരെ കുനിഞ്ഞ് അവരെ നമസ്കരിച്ചിട്ട് അവരോട് പറഞ്ഞു, അശേഷം വെള്ളം കൊണ്ടുവന്ന് ഞാൻ നിങ്ങളുടെ കാലുകളെ ഒന്ന് കഴുകട്ടെ, എൻ്റെ അടുക്കലിരിപ്പീൻ, ഭക്ഷണം കഴിച്ചിട്ടേ പോകാവുള്ളൂ. എത്ര വയസ്സുള്ള മനുഷ്യനാ? എത്ര വയസ്സുള്ള മനുഷ്യനാ? അബ്രഹാമിന് എത്രാമത്തെ വയസ്സിലാണ് കുഞ്ഞിനെ കിട്ടിയത്? ഇത്ര ഉള്ള ഒച്ച. ചലഞ്ച് ചെയ്യും ഞാൻ നിങ്ങളോട്. മൈക്കില്ലാതെ ഞാൻ ഒരു അല്ലേലിയ പറയും, നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു അല്ലേലിയ പറയും. ആരുടെ കല്ലേലിയ ഉച്ചത്തേക്ക് കേൾക്കുന്നത് പറയണോ? വേണ്ട. എങ്കിൽ പറഞ്ഞ അബ്രഹാമിന് എത്രാമത്തെ വയസ്സിലാണ് കുഞ്ഞിനെ കിട്ടിയെന്ന്? 100ാമത്തെ. അത്രയും മതി എനിക്ക്. 100ാമത്തെ വയസ്സിൽ. 99 വയസ്സുള്ള ആ മനുഷ്യൻ ഈ ദൂതന്മാരെ കണ്ട ഉടനെ അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, നിലം വരെ, അല്ല കർത്താവിനാസനെ, നിലം വരെ കുനിഞ്ഞ്. ചില സമയത്ത് കർത്താവ് നമ്മുടെ അടുക്കൽ വരുന്നത് എന്തിനാണെന്നറിയാമോ? എന്തിനാ വരുന്നതെന്നറിയാമോ? മിണ്ടുന്നില്ല. വർഷങ്ങളായ നിൻ്റെ അകത്ത് നീ കൊണ്ടു നടക്കുന്ന ചില വാഗ്ദത്തങ്ങളുണ്ടല്ലോ, അത് നിനക്ക് തരാനാ. പക്ഷെ നീ അവൈലബിൾ ആയിരിക്കണം. ആ മനുഷ്യൻ നിലം വരെ കുനിഞ്ഞ് ആ ദൂതന്മാരെ സൽക്കരിച്ചത് എങ്ങനെയാ? ആട്ടിൻതൊഴുത്തിൽ പോയി നല്ല അടിപൊളി ഒരു കാളക്കിടാവിനെ കൊണ്ടുവന്ന് പാകം ചെയ്തു. പാല്, വെണ്ണ, 3 ഇടങ്ങഴി മാവെടുത്ത് അപ്പം, വേഗത്തിൽ സാറമ്മയെ കൊണ്ട് അതെല്ലാം ഉണ്ടാക്കിച്ച് ഇതൊക്കെ പാകം ചെയ്ത് കുക്ക് ചെയ്ത് കൊണ്ടുവരാൻ എത്ര സമയമെടുക്കും? അതുവരെ ഇവർ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവർ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണം നിനക്ക് തരാൻ വേണ്ടി ഇറങ്ങി വന്ന് ഇരിക്കുകയാണ്. നിന്റെ യാഗത്തിൽ പ്രസാദിക്കാൻ, നീ അർപ്പിക്കുന്നതിൽ പ്രസാദിച്ചിട്ട് വേണം നിനക്ക് വാഗ്ദത്തം കയ്യിലോട്ട് തന്നുവിടാൻ. ഇന്ന് പകൽ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ അപ്പൻ്റെ മുമ്പിൽ ഞാൻ അവൈലബിൾ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ 24 വർഷം നെഞ്ചിനകത്ത് കൊണ്ടു നടന്നത്, 24 വർഷമായി കേട്ട് തഴമ്പിച്ച ഒരു വാഗ്ദത്തം അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ കയ്യിൽ തരാൻ ദൂതന്മാർ അടുത്ത് വന്നപ്പോൾ വീണ് കടന്നവൻ്റെ കാലിലൊന്ന് നമസ്കരിക്കാൻ. കർത്താവിൻ്റെ കാലിൽ വീണ മറിയ ഒരിക്കലും നടക്കത്തില്ലാത്ത ഒന്നിനെ കൈ പിടിച്ചോണ്ട് പോയി. ദൂതന്മാരുടെ കാലിൽ വീണ അബ്രഹാം 24 വർഷം നെഞ്ചിനകത്ത് കൊണ്ടു നടന്നത് പിറ്റേ വർഷം കയ്യിൽ വാങ്ങി. അല്ല, മനസ്സിലാകുന്നുണ്ടോ? കാലിൽ വീണ് കിടന്നാൽ ഒരു ഫോർമാലിറ്റിയും കൂടാതെ ആ കാലിലൊന്ന് കെട്ടിപ്പിടിച്ചാൽ, പക്ഷെ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റിട്ട് വേണം ചെയ്യാനായിട്ട്. നീ കൂടാരവാതിൽക്കൽ ഇരിക്കുന്നെങ്കിൽ വേഗത്തിൽ എഴുന്നേറ്റ് ദൂതന്മാരുടെ കാലിലോട്ടൊന്ന് വീഴ്. 24 വർഷം സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞത്, 24 വർഷം നടക്കത്തില്ലെന്ന് പറഞ്ഞത്, പ്രായമായെന്ന് പറഞ്ഞത്, സകലതും നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത്, ശരീരം നിർജീവമായി എന്ന് പറഞ്ഞതിനെ അടുത്ത വർഷം വരുമ്പോൾ കയ്യിൽ തരാൻ നെഞ്ചിനകത്ത് കിടക്കുന്ന വാഗ്ദത്തങ്ങളെ കയ്യിൽ എന്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. നെഞ്ചിനകത്ത് കേട്ടിരിക്കുന്ന വാഗ്ദത്തങ്ങളെ, ചെവി കൊണ്ട് കേട്ട വാഗ്ദത്തങ്ങളെ, ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന വാഗ്ദത്തങ്ങളെ കരങ്ങളിലോട്ട് നേന്തി ദൈവത്തിനെ ഒന്ന് ആരാധിക്കുക. നിന്റെ വാഗ്ദത്തം അടുത്ത വർഷം ഈ സമയമാകുന്നതിന് മുമ്പ് നിന്റെ കയ്യിൽ കൊണ്ടു തരാൻ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ, അവൻ മാറത്തില്ല. നിന്റെ അവൈലബിലിറ്റി അവൻ ആവശ്യം. നീ അവൈലബിൾ ആണോ? വാഗ്ദത്തം കയ്യിൽ തന്നിരിക്കും. ഇന്ന് പകൽ ഞാൻ പറ കർത്താവിനോട് ഹല്ലേലൂയ. എൻ്റെ മക്കളെ മിഷണറി ഡോക്ടർമാരാക്കാം എന്നുള്ള കാര്യം ഏറ്റവും വലിയ വാഗ്ദത്തം പരിശുദ്ധാത്മാവ് കേട്ടോ, അത് നിങ്ങൾ മറക്കല്ല്. എന്നോട് എൻ്റെ അപ്പ പറഞ്ഞു, നിന്റെ മക്കളെ 2 പേരെയും മിഷണറി ഡോക്ടർമാരാക്കാം. അവർ ചെറുതായിരുന്നപ്പോൾ പറഞ്ഞതാ. 12ാം ക്ലാസ്സിൻ്റെ എക്സാം കഴിഞ്ഞു, ജോലി റിസൈൻ ചെയ്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി.
പ്രിയപ്പെട്ടവനെ സുവിശേഷ വിരോധികൾ കൊന്നുകളഞ്ഞു. ഭർത്താവിൻ്റെ വീട്ടുകാർ അവിടെ ബാധ്യതയാണെന്നും പറഞ്ഞ് മാറ്റി നിർത്തി. ചേർത്ത് പിടിക്കാൻ ആരുമില്ല. ജോലി വിട്ടിറങ്ങിയപ്പോൾ പ്രാണപ്രിയനോട് പറഞ്ഞു, അപ്പാ ഒരു ഗ്ലാസ് വെള്ളത്തിനോ 5 രൂപയ്ക്കോ ഒരന്തി ഉറങ്ങാനോ ഞാൻ ആരെടുക്കൽ പോകത്തില്ല. എൻ്റെ അപ്പ വേണം എൻ്റെ കാര്യങ്ങൾ നോക്കാൻ. ഇതൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് പിള്ളേർ 12ാം ക്ലാസ് കഴിഞ്ഞ്. വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ല. ഭക്ഷണത്തിന് പോലും വകയില്ല. മക്കൾക്ക് എന്ത് കൊടുക്കുമെന്നോർത്ത് നെടുവീർപ്പിട്ട ദിനരാത്രങ്ങൾ എൻ്റെ ജീവിതത്തിൽ. കുളത്തിൻ്റെ സൈഡിൽ വളരുന്ന ഇലകളും വേലിപ്പടർപ്പിലും വഴി സൈഡിലും വളരുന്ന ഇലകൾ മുഴുവനും പറിച്ച് വഴറ്റി എൻ്റെ മക്കൾക്ക് കഴിക്കാൻ കൊടുത്തു. എൻ്റെ സഹോദരനോട് പറഞ്ഞാൽ പൊന്നു പോലെ കൈവെള്ളയെ നോക്കും എന്നെ. അത്രയ്ക്ക് സ്നേഹമായി ഇപ്പോഴും അപ്പോഴും. എൻ്റെ സഹോദരി അതുപോലെ തന്നെ. പക്ഷേ ഇഫ്താഖ് പറഞ്ഞ പോലെ ഞാൻ അപ്പനോട് പറഞ്ഞു പോയി, എനിക്ക് മാറിക്കൂടാ, ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യത്തില്ല, ആശ്രയിക്കത്തില്ലെന്ന് സ്വർഗത്തോട് പറഞ്ഞാൽ പിന്നെ മാറാൻ പറ്റുമോ? പറ്റത്തില്ല. ഞാൻ പറഞ്ഞ അപ്പ ഞാൻ സ്വർഗ ഗവൺമെൻറ്റിൻ്റെ സർവൻ്റാണ്. ഞാൻ പട്ടിണി കിടക്കണോ കഴിക്കണോ എന്നുള്ളത് അങ്ങാ തീരുമാനിക്കേണ്ടത്, ഞാനല്ല. പട്ടിണി കിടക്കുന്നതാണ് അങ്ങേക്ക് സന്തോഷമുണ്ടെങ്കിൽ പിന്നെ എനിക്കെന്നാ. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. 12ാം ക്ലാസ് കഴിഞ്ഞു. കേരള സ്പോർട്സ് കൗൺസിലിന് അണ്ടറിൽ അവർക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരുന്നു. കാരണം CBSE നാഷണൽ ചാമ്പ്യന്മാരായിരുന്നു 2 പേര്, 5 വർഷം. ആ രീതിയിൽ അവർക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ആ സമയത്ത് പേര് പറയുന്നില്ലെങ്കിലും 2 വ്യക്തികൾ തമ്മിൽ നടന്ന ക്ലാഷ് നിമിത്തം കുറച്ചു കാലത്തേക്ക് ഈ കേരള കൗൺസിൽ സ്പോർട്സ് കൗൺസിൽ പിരിച്ചുവിട്ടു. അങ്ങനെ ആ വാതിലും അടഞ്ഞു. ഇന്ത്യയിലെ മുഴുവൻ അഡ്മിഷനും കഴിഞ്ഞു. ഒരു സഹോദരി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒത്തിരി ആശ്വസിപ്പിക്കേണ്ട ഒരു വ്യക്തിത്വം വന്നിട്ട് എന്നോട് പറഞ്ഞു, എടി കൊച്ചേ, ഈ പെമ്പിള്ളാരെ ഇങ്ങനെ വീട്ടിൽ പിടിച്ചുകൊണ്ട് നിർത്താതെ നീ വല്ല ANM നേഴ്സിങ്ങിനും വിട്. അവർ നേഴ്സിംഗ് പഠിച്ച് ബെഡ്ഷീറ്റ് വരിച്ചെങ്കിലും ജീവിച്ചോളും. നല്ല വിശ്വാസി ഡ്രൈവർമാരെ കൊണ്ട് ഇവളുമാരെ കല്യാണം കഴിപ്പിക്കാം. നീ ചുമ്മാ MBBS യേശു പറഞ്ഞെന്നും പറഞ്ഞു. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലാത്ത ഒരാളാണ്. ഈ എന്താ പറയുന്നേ, യോബിൻ്റെ അടുക്ക വന്ന് ആശ്വസിപ്പിക്കുന്ന ആൾക്കാരെ പോലെ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. എന്നാൽ നമ്മുടെ ദൈവം പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും, നീ പ്രാർത്ഥിക്കുക എന്നല്ലേ പറയേണ്ടത്. നേരെ വല്ല വിശ്വാസം ഇതിൽ നല്ല വണ്ടി ഓടിക്കുന്ന നല്ല ഡ്രൈവർ ചെറുക്കന്മാരുണ്ട്, നല്ല സ്വഭാവമുള്ള അവന്മാരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് വിടാം. കൊണ്ടുപോയി നേഴ്സിംഗ് പഠിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ ആ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ച് നോക്കി, ഒന്നും മിണ്ടിയില്ല. എൻ്റെ സഹോദരൻ എൻ്റെ മക്കളോട് പറഞ്ഞു, മക്കളെ 2 പേരും BSc നേഴ്സിങ്ങിന് പോകും, ഞാൻ എല്ലാ എക്സ്പെൻസും ഫുൾ എക്സ്പെൻസ് ഞാൻ എടുത്തോളാം. പക്ഷേ എൻ്റെ മക്കൾ 2 പേരും പറഞ്ഞു, ഉലകത്തിലെ ഒരു മനുഷ്യനല്ല ഞങ്ങളെ മിഷണറി ഡോക്ടർമാരാക്കാമെന്ന് പറഞ്ഞത്. ഞങ്ങളോട് ആ വാക്ക് പറഞ്ഞത് ഉയരത്തിലെ അപ്പനാണ്. അപ്പൻ പറഞ്ഞാൽ അത് ചെയ്യാൻ വിശ്വസ്തനാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി ഭാരം തോന്നി. കാരണം ഞാൻ ഈ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഇവരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നതെന്നൊരു ആശങ്ക എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എനിക്കിനി ഇവരോട് ഇങ്ങനെ പറയാനൊക്കത്തില്ലല്ലോ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഉപവസിക്കുക, നമുക്ക് 3 പേർക്കും ടൈം ടേബിൾ എഴുതുക, അത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, വാഗ്ദത്തം ചെയ്ത കർത്താവ് വിശ്വസ്തനാണ്. അവൻ നമ്മുടെ വിശ്വാസം എന്തേരെ ഉണ്ടെന്ന് അപ്പയൊന്ന് നോക്കും, നമ്മൾ അവൈലബിൾ ആണോ എന്നും നോക്കും. അത് 10 വർഷമായാലും 15 വർഷമായാലും ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിന് പോയപ്പം മാവേലിക്കരയ്ക്ക് അടുത്തുള്ളൊരു ചർച്ചിലാണ് പോയി, ഒരു IPC ചർച്ചിൽ. ആ കർത്താവിൻ്റെ ദാസൻ എന്നോട് പറഞ്ഞു, കേരളത്തിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ഒറ്റ ദൂത് ഇതുവരെ നടന്നിട്ടില്ലെന്ന്. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ അങ്ങനെ പറയരുത്, എന്നോട് എൻ്റെ അപ്പൻ പറഞ്ഞതെല്ലാം സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ അപ്പനാണ് പാസ്റ്ററോട് പറഞ്ഞതെങ്കിൽ ഇത് നടക്കും, നടക്കാതിരിക്കത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ, നടക്കില്ലയോ? നടക്കുമെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷനും അവരെ വിടാനുള്ള പൈസയും ചോദിക്കാതെ വീട്ടിൽ കൊണ്ടു തന്നു. ഒന്ന് കരമുയർത്തി സ്തുതിക്കാമോ? ANM നേഴ്സിംഗ് പഠിപ്പിക്കുക, വിശ്വാസി ഡ്രൈവർമാരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ 2023 ഓഗസ്റ്റ് 29-ാം തീയതി 2 മിഷണറി ഡോക്ടർമാർ യൂറോപ്പിലെ ഒരു കൺട്രിയിൽ, അർമേനിയ എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്ന് ഗ്രാജുവേറ്റഡ് ആയി. ഓ ഹല്ലേലൂയാ! ചലഞ്ച് ചെയ്തവരുടെ മുമ്പിൽ നിന്നെ മാനിക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം. നിന്നെ വെല്ലുവിളിച്ചവരുടെ മുമ്പിൽ നിന്നെ മാനിക്കുന്ന ദൈവമാണ്. നീ തിരുവല്ല മഞ്ഞാടിയിലാണ് വെല്ലുവിളി കേട്ടതെങ്കിൽ നിന്നെ തൃശ്ശൂർ കൊണ്ടല്ല ആദരിക്കുന്നത്, ഇവിടെ നിർത്തി മാനിക്കും.
ഇവിടെ നിർത്തി മാനിക്കും. നീ കുമ്പനാടാ നിന്ന കേട്ടെങ്കിൽ നിന്നെ കുമ്പനാട് നിർത്തി മാനിക്കും. നീ ഗലിവറിയയില നിന്ന കേട്ടെങ്കിൽ, പരിഹാസം കേട്ടെങ്കിൽ അവിടെ നിർത്തി നിന്നെ മാനിക്കുന്ന ദൈവമാ എൻ്റെ ജീവനുള്ള ദൈവം. ആ ദൈവത്തെയാണ് നിങ്ങളെ ഞാൻ സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസി ഡ്രൈവർമാർ വന്ന് കല്യാണം കഴിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞ വാക്ക് സത്യമാണ്, നല്ലൊരു വിശ്വാസിയാണ് എൻ്റെ മോൻ. പക്ഷേ വിശ്വാസി ഡ്രൈവറല്ല, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഡോക്ടർ. കരം അടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? എങ്ങനെ എത്ര വലിയ സ്റ്റേജ് കിട്ടിയാലും എത്ര ചെറിയ വേദി കിട്ടിയാലും എങ്ങനെ തുള്ളാതിരിക്കും ഞാൻ? എങ്ങനെ തുള്ളാതിരിക്കും? യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങളും ഓർത്ത് നിൽക്കാൻ തോന്നത്തില്ല. ചാടി ദൈവത്തെ ആരാധിപ്പാൻ. നീ കൂടാരത്തിന് വെളിയിലോട്ടൊന്ന് ഇറങ്ങി ആകാശത്തിലോട്ട് നോക്കി നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണാവോ? ഇല്ല, പറ്റത്തില്ല. മണൽത്തരികളെ എണ്ണാമോ? പറ്റത്തില്ല. ഇത്രയും സന്തതികളെ ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ വാഗ്ദത്തം 24 വർഷം മനസ്സിൽ കൊണ്ട് നടക്കും. ആര്? വിശ്വാസികളുടെ പിതാവായ അബ്രഹാം. അടുക്കള വാതിൽക്ക് നിന്ന് അമ്മാമ്മ ചിരിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം വൃദ്ധനായി, സ്ത്രീകൾക്കുള്ള പതിവ് എൻ്റെ നിന്നുപോയി, ഇനി ഇത് സാധിക്കുമോ? ഉള്ളുകൊണ്ടവൾ ചിരിച്ചു. മകൻ്റെ പേര് ചിരി എന്നർത്ഥമുള്ള ഇസഹാക്ക്. ഉള്ളുകൊണ്ട് ചിരിച്ചു. മകൻ്റെ പേര് ഇസഹാക്ക്, അർത്ഥം ചിരി. എപ്പോഴാണ് കിട്ടിയത്? ദൂതന്മാർ വന്നപ്പോൾ കാലിൽ വീണ് അവരെ ആശ്ലേഷിച്ച് സ്വീകരിച്ച വിധമോർത്ത് അവൈലബിൾ ആയിരുന്ന അബ്രഹാമിന് അടുത്ത വർഷം ആ നേരമായപ്പോൾ 24 വർഷം നെഞ്ചിനകത്ത് കൊണ്ടു നടന്നത് പിറ്റേ വർഷം കയ്യിൽ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ദൂത് പറയാ, ചില അടഞ്ഞു കിടക്കുന്ന മേഖലകളിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം സ്പർശിക്കും. അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നാളുകളായിട്ട് നീ കേട്ടിട്ടുള്ള ചില വാഗ്ദത്തങ്ങൾ കരങ്ങളിൽ എന്തിക്കൊണ്ട് ആലയത്തിനകത്തേക്ക് നൃത്തം ചെയ്തു വരാ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ചില മേഖലകളിൽ തന്റെ കരസ്പർശനം അയക്കുന്നുണ്ടെന്ന് ദൂത് പറഞ്ഞ എത്ര പേര് ആമീൻ പറഞ്ഞു റിസീവ് ചെയ്യോ? നിന്റെ കണ്ണിനാ നിർജീവം, നിന്റെ കണ്ണിനാ ഡെഡായി കിടക്കുന്നത്. എൻ്റെ ദൈവത്തിന് അതൊരു വിഷയമല്ല. ആന്തരിക അവയവങ്ങളെ, അഖിലാണ്ടത്തെ മുഴുവനും അധരം കൊണ്ട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞവൻ മനുഷ്യൻ്റെ ശരീരം മുഴുവൻ ഓരോ അവയവങ്ങളെ പറക്കിയാ വെച്ച് തൃക്കൈ മെനഞ്ഞു. നിന്റെ വിരലുകളുടെ പണിയായ ആകാശമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ തൃക്കൈ കൊണ്ട് മെനഞ്ഞതിന് നിർജീവത്വം വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം നിനക്കല്ല, അത് ഉയരത്തിലുള്ളവനാ. അവൻ പ്രവർത്തിപ്പാൻ ശക്തനാ. പക്ഷേ നീ ഏതവസ്ഥയിലാണോ ഇരിക്കുന്നിടത്ത് നിന്നൊന്ന് എഴുന്നേറ്റ് പ്രിയൻ്റെ കാലയിലോട്ടൊന്ന് വീഴണം. ആദ്യം ഞാൻ പറഞ്ഞു, മറിയ കർത്താവിൻ്റെ കാലിൽ വീണു. 4 ദിവസമായി അവളെ കരയിപ്പിച്ചത് കയ്യിലേന്തിക്കൊണ്ട് അവൾ വീട്ടിലോട്ട് പോയത്. ഇവിടെ അബ്രഹാം ദൂതന്മാരുടെ കാൽക്കൽ വീണു. 24 വർഷം നെഞ്ചിനകത്ത് കൊണ്ട് നടന്നത് പിറ്റേ വർഷം കൈകളിൽ വാങ്ങി. ഇന്ന് പകൽ ഒരു ആത്മസാന്നിധ്യം ഇതിൻ്റെ നടുവിൽ വ്യാപരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയാം. നാളുകളായി നടക്കത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നത്, നാളുകളായി മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നത്, ഇതൊരിക്കലും നടക്കത്തില്ലെന്ന് നിൻ്റെ മനസ്സ് തന്നെ നിന്നോട് പറഞ്ഞത്, നിന്നെ സ്നേഹിക്കുന്നവർ നിന്നോട് പറഞ്ഞത്, ഓ രമ ജഗാന ഘടകശാന്തനെ, അസാധ്യതകളുടെ നീണ്ട ലിസ്റ്റ് മാത്രമാണ് നിൻ്റെ കൺമുമ്പിൽ കാണുന്നതെങ്കിൽ എൻ്റെ സ്വർഗം ഇന്ന് രാവിലെ പറയുക, അത് അടുത്ത വർഷം ഈ സമയത്തിന് മുമ്പ് നിൻ്റെ കയ്യിൽ തരാ. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി അത് ചെയ്യാ. എൻ്റെ ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽ, ഈ 3-ാം പകൽ ഇതിൻ്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരാളെയും കൂടെ വേഗത്തിൽ പരിചയപ്പെടുത്തിയിട്ട് ഞാൻ വയ്ക്കാം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തില, എടുത്ത് വായിക്കണ്ട, ഇങ്ങോട്ട് നോക്കിയാൽ മതി. ലോത്ത് പട്ടണവാതിൽക്കലിരിക്കുകയായിരുന്നു. അപ്പോഴാ അവിടെ എഴുതിയിരിക്കുന്ന 2 ദൂതന്മാർ. അബ്രഹാമിൻ്റെ അടുക്കൽ വന്നത് 3 പുരുഷന്മാരെങ്കിൽ ലോത്തിൻ്റെ അടുക്കൽ വന്നത് 2 ദൂതന്മാരാ. ലോത്ത് പട്ടണവാതിൽക്കലായിരുന്നത്, പട്ടണത്തിലെ പ്രധാനികളായ വ്യക്തികൾ ഇരിക്കുന്ന സ്ഥലത്ത്.
ഭക്തനായ മനുഷ്യൻ അവിടെ ഇരിക്കേണ്ടതല്ല, എങ്കിലും അദ്ദേഹം അവിടെ പോയിരുന്നു. പക്ഷേ ദൂതന്മാരെ കണ്ടപ്പോൾ അദ്ദേഹവും ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു, അവരുടെ കാൽക്കൽ വീണ് സാഷ്ടാംഗം നമസ്കരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് ഭവനത്തിൽ പോയി. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇത് ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കുക കേട്ടോ. സംഭവിച്ചത് സോദോം ഗോമോറ മുഴുവനും അകൃത്യം നിമിത്തം കത്തി തീക്ക് ചാമ്പലായപ്പം ലോത്തിനെ സ്വർഗം തൻ്റെ തലമുറകളോടൊപ്പം കൈ പിടിച്ച് പട്ടണത്തിന് പുറത്താക്കി. ഓ, എനിക്കറിയത്തില്ല, ചിലതിനെ കൈ പിടിച്ച് സ്വർഗം പുറത്തു കൊണ്ടുവരിക. ചില കേസിനകത്ത് നിന്ന്, ചില കെട്ടിനകത്ത് നിന്ന്, ചില അന്ധകാര മണ്ഡലത്തിൻ്റെ കരാള ഹസ്തത്തിൽ നിന്ന് ചില തലമുറകളെ, ചില കുടുംബങ്ങളെ ദൈവം ഇന്ന് കൈപിടിച്ച് പുറത്തു കൊണ്ടുവരികയാണ്. എനിക്കറിയില്ല, ഒരു അസാധാരണ ദൈവ സാന്നിധ്യം എൻ്റെ മൺകൂടാരത്തിലും ഈ ആലയത്തിലും വ്യാപരിക്കുന്നത് ആത്മാവിൽ ഞാൻ അനുഭവിക്കുന്നത് കൊണ്ട് പറയുക. നീ ആരാധിച്ച് റിസീവ് ചെയ്യുക, നീ ആരാധിച്ച് ഏറ്റെടുക്കുക. സ്ഥലം മറന്ന്, ഇരിക്കുന്ന ഇടം മറന്ന് നീ ഇന്ന് ആരാധിച്ച് ആ ദൂതം ഏറ്റെടുക്കാമോ? ചില അനർത്ഥത്തിൽ നിന്റെ തലമുറയുടെ പേർ വരില്ല. താരമാന വൈഡമാന രീകരകഥനഘടകസി കുടുങ്ങിക്കിടക്കുന്ന ചില തലമുറകളെ, കുടുങ്ങിക്കിടക്കുന്ന ചില ബന്ധങ്ങളെ ഒരിക്കലും മുന്നോട്ട് വിടത്തില്ലെന്നും അഴിഞ്ഞു മാറത്തില്ലെന്നും ഇതുകൊണ്ട് ഞാൻ തീർന്നു പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചിലതിൽ നിന്ന് പരിശുദ്ധാത്മാവ് കൈ പിടിച്ചു വലിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവ സാന്നിധ്യം. ൂരവാര വൈഡവരവരവരവ ശബ്ദരോരവാരവരവ ശൈഡ പ്രബലവരവ. ദൈവമക്കളെ, സീരിയസ് ആയിട്ട് ഞാനൊരു കാര്യം പറയാം. എനിക്കിവിടെ ആത്മസാന്നിധ്യത്തിൻ്റെ നിറവ് കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായ ഒരു ആത്മസാന്നിധ്യം ഇതിൻ്റെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. ചില കെട്ടിലകപ്പെട്ടു പോയ തലമുറകളെ ഒരിക്കലും പുറത്തു വരത്തില്ലെന്നും ശരിയാവത്തില്ലെന്നും കുടുംബത്തെ നോക്കി വെല്ലുവിളിക്കുന്ന ചില മണ്ഡലങ്ങളെ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് കൈപിടിച്ച് പോകത്തില്ലെന്ന് പറഞ്ഞാലും, വരത്തില്ലെന്ന് പറഞ്ഞാലും, തരത്തില്ലെന്ന് പറഞ്ഞാലും പിടിച്ച് പുറത്തു കൊണ്ടുവരുന്ന, വലിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൂതും കൂടെ ഇവിടെ പറയാം. രാജ്യത്ത് വരുന്ന അനർത്ഥത്തിൽ നിന്റെ തലമുറയുടെ പേര് വരില്ല. ദേശത്ത് നടക്കുന്ന അനർത്ഥത്തിൽ നിന്റെ കുടുംബത്തിൻ്റെ പേര് വരില്ല, നിന്റെ തലമുറയുടെ പേര് വരില്ല. ഒതുക്കിക്കളയാൻ വാതുകെട്ടുന്ന മണ്ഡലത്തിൽ നിന്ന് എൻ്റെ പ്രാണപ്രിയൻ കയ്യിൽ പിടിച്ച് വലിച്ച് ഇന്നത്തെ നിന്റെ ആരാധനയിൽ ചിലതിനെ പുറത്തു കൊണ്ടുവരുമെന്ന്. അപ്പാ കൃപ 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 കൃപ. സോദോം പട്ടണത്തെ മുഴുവനും ദൈവം നശിപ്പിച്ചു. പക്ഷെ കാലിൽ വീണവനെ സ്വർഗം അക്കരെ കടത്തി. എക്സ്ക്യൂസ് പറഞ്ഞു, ദൈവം അംഗീകരിച്ചു. ഇന്ന് പകൽ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ദൈവമക്കളെ, ഇരിക്കുന്നിടത്തു നിന്ന് എഴുന്നേൽക്കുക, അപ്പൻ്റെ കാലേറിട്ടൊന്ന് വീഴ്. ലോകത്തോ ദേശത്തോ രാജ്യത്തോ നിന്റെ പട്ടണത്തിലോ സംഭവിക്കാൻ വരുന്ന അനർത്ഥത്തിൽ നിന്റെ തലമുറയുടെ പേര് വരില്ല, നിന്റെ കുടുംബത്തിൻ്റെ പേര് വരില്ല. ആ അനർത്ഥത്തിൽ നീ പെടില്ല. അവൻ നിന്നെ കൈപിടിച്ച് പുറത്തു കൊണ്ടുവരുന്ന ദൈവമാ. അവൻ നിന്നെ കൈപിടിച്ച് പുറത്തു കൊണ്ടുവരുന്ന ദൈവമാ. പലവിധ ഭാരത്തെ ചൊല്ലി ഇന്ന് പകൽ ഇതിൻ്റെ നടുവിൽ നിന്ന് നിലവിളിക്കുന്നവരോട് ഞാൻ ദൂത് പറയാ. നീ വേണ്ടെന്ന് പറഞ്ഞാലും നിനക്ക് തരുന്ന ദൈവമാ. നീ വേണ്ടെന്ന് പറഞ്ഞാലും നിന്നെ പിടിച്ചേൽപ്പിക്കുന്ന ദൈവമാ. നീ വരില്ലെന്ന് പറഞ്ഞാലും നിന്നെ പിടിച്ച് പുറത്തു കൊണ്ടുവരുന്ന ദൈവമാ.